ഓം ശാന്തി. നമ്മുടെ ഭക്തി മാർഗത്തിലെ പുരാണങ്ങളിൽ ദേവന്മാരോടൊപ്പം എപ്പോഴും എടുത്തു പറയുന്ന ഒരു പ്രധാന വ്യക്തിത്വമാണ് നാരദൻ അഥവാ നാരദമുനി. പൊതുവെ നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതലേ കേട്ട് വളർന്നത് നാരദൻ പരദൂഷണം പറയുന്ന ആളാണ്. അർത്ഥം, ഒരു സ്ഥലത്ത് നടന്ന സംഭവം മറുസ്ഥലത്ത് നിന്ന് പറഞ്ഞു കേൾപ്പിക്കുക, അവിടുത്തെ കാര്യം ഇവിടെ വന്ന് കേൾപ്പിക്കുക, പരനെക്കുറിച്ച് പറയുക. ആ കഥയിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് എവിടെയും കടന്നു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. പിന്നെ ഏഷണിക്കാരൻ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവൻ എന്നും പലതരത്തിലുള്ള കഥകൾ, നമ്മൾ രസകരമായ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ നാരദൻ ആരാണ്? ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ, ത്രിലോക സഞ്ചാരി, ത്രിലോക ജ്ഞാനി, ഇങ്ങനെ ധാരാളം മഹിമകളുള്ള ആ നാരദൻ എങ്ങനെയാണ് ഏഷണിക്കാരനാകുന്നത്? എങ്ങനെയാണ് പരദൂഷണക്കാരനാകുന്നത്? ഇപ്പൊ മിക്ക പുരാണ കഥകളിലെയും മർമ്മപ്രധാനമായ ഭാഗം കൈകാര്യം ചെയ്യുന്നത് നാരദ മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന ചിന്തകൾക്കനുസരിച്ചാണ് പുരാണ കഥകൾ മുൻപോട്ട് പോകുന്നത്. നാരദ മഹർഷി ഇല്ലെങ്കിൽ കഥകളില്ല. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത, എവിടെ വേണേലും ആരുടെയും അനുവാദമില്ലാതെ എപ്പോ വേണേലും കയറി ചെല്ലാം. ദേവലോകത്തും പോകാൻ അവകാശമുണ്ട്, അസുരലോകത്തും ചെല്ലാൻ അവകാശമുണ്ട്. നാരദൻ കടന്നു വരുമ്പോൾ അസുരലോകത്തിലായാലും ദേവലോകത്തിലായാലും ആരും നാരദനെ തടയില്ല. മുൻകൂർ അപ്പോയിൻമെന്റ് ഇല്ലാതെ എവിടെയും കടന്നു ചെല്ലുവാനുള്ള ഒരു പവർ നാരദനുണ്ട്. ദേവന്മാരെ കണ്ടാൽ കടിച്ചുകീറി കൊല്ലാൻ ദേഷ്യമുള്ള അസുരനായിരുന്നാലും ആ ദേവന്മാരുടെ കാര്യവും പറഞ്ഞുകൊണ്ട് നാരദൻ ചെന്നാൽ ഇപ്പൊ കേൾക്കണ്ട, എനിക്ക് കേൾക്കാൻ സമയമില്ല എന്നൊന്നും പറയില്ല, കടത്തിവിടാനേ പറയൂ. കടത്തിവിടാൻ പറയണ്ട, ആശാൻ തനിയങ്ങ് കയറിക്കോളും. എവിടെയും എപ്പോഴും കടന്നു ചെല്ലാൻ കഴിവുള്ള വ്യക്തിത്വം. ഈ പുരാണ കഥയിൽ പരാമർശിക്കുന്ന നാരദൻ ആത്മാക്കളായ നമ്മളുടെ ഏത് വ്യക്തിഭാവത്തിൻ്റെ പ്രതീകമാണ്? അസുരലോകത്ത് കടന്നു ചെല്ലുക നമ്മുടെ ഉള്ളിലുള്ള ആസുരീയ ഗുണങ്ങൾ, ദൈവലോകത്ത് കടന്നു ചെല്ലുക നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ഗുണങ്ങൾ. രണ്ടിനും നടുവിലാണ് യോഗി നിൽക്കുന്നത്. യോഗിയുടെ ഒരു വശത്ത് ദൈവികത, മറുവശത്ത് ആസുരീയത. ഇതിനിടയിൽ നിന്നുകൊണ്ട് യോഗി എങ്ങനെയാണ് തൻ്റെ നിലയെ ഉറപ്പിച്ചുകൊണ്ട് ഈശ്വരനുമായി യോഗം വയ്ക്കുന്നത്? ഈ രണ്ട് വ്യക്തിത്വങ്ങളിലും ഇടപെടുവാൻ ഉള്ള പവർ ഒരു യോഗിക്കുണ്ട്. കാരണം യോഗിക്ക് ഡിസ്ക്രിമിനേഷൻ പവർ കൂടുതലാണ്. എന്താണ് ദൈവിക സ്വഭാവം, എന്താണ് ആസുരീയ സ്വഭാവം? അസുരന്മാരുടെ ലോകത്ത് ചെന്നിട്ട് ദേവന്മാരെ പുകഴ്ത്തി പറയും. അത് ആസുരീയ ഗുണങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ആ ആസുരീയ ഗുണങ്ങളോട് പറയും എന്താണ് ഡിവിനിറ്റി, എന്താണ് ദിവ്യത. അത് കേൾക്കുമ്പോൾ അസുരന്മാർക്ക് സൂഹിക്കുമോ? പിന്നെ അസുരന്മാരോടെ തുള്ളാൻ തുടങ്ങും. അർത്ഥം, ആസുരീയ ഗുണങ്ങൾ ദൈവികമായ ഭാവത്തോട് വെല്ലുവിളി നടത്തും. അതേസമയം ഉടൻ തന്നെ നേരിട്ട് എന്താണ് നാരദൻ ദേവരോട് പറയും, അവിടെ ഇന്ന അസുരൻ നിങ്ങളെ തോൽപ്പിക്കാൻ ഇന്ന പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആസുരീയ ഗുണങ്ങളെ തോൽപ്പിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ഗുണങ്ങളും ഉയർത്തെഴുന്നേൽക്കപ്പെടും. അങ്ങനെ ദൈവിക ആസുരീയ ഗുണങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരെ തമ്മിലടിപ്പിച്ച് ദൈവിക ഗുണങ്ങളെ വിജയിപ്പിച്ച് ഇന്ദ്രന് നഷ്ടപ്പെട്ടു പോയ ഇന്ദ്രത്വം തിരിച്ചു കിട്ടുവാൻ സഹായിക്കുന്നത് നാരദ മഹർഷിയാണ്.
എവിടെയെല്ലാം ദേവന്മാർക്ക് പരാജയമുണ്ടാകുന്നോ, ദിവ്യഗുണങ്ങൾക്ക് താഴ്ച ഉണ്ടാകുന്നുവോ, അവിടെയെല്ലാം യോഗി ഇടപെടും, അവിടെയെല്ലാം നാരദൻ ഇടപെടും. എന്നിട്ട് വളരെ സൂത്രത്തിൽ യുക്തിയോടുകൂടി അസുരന്മാരെ തൻ്റെ വരച്ച വരയിൽ കൊണ്ടുവരും. ആശ്രിയ ഗുണങ്ങളുടെ പ്രത്യേകത എടുത്തുചാട്ടം കാണിക്കുന്നവരാ, മുന്നും പിന്നും ചിന്തിക്കില്ല, ഈഗോ കൂടുതലാണ്. അതുകൊണ്ട് നാരദൻ ചെന്ന് ആദ്യം അവിടെയാണ് സ്ക്രൂ വയ്ക്കുന്നത്. അവരെ ശരിക്കും അങ്ങോട്ട് എൻകറേജ് ചെയ്യിപ്പിക്കും. ഇപ്പുറത്തോണ്ട് പറയും ദേവൻ വരുന്നുണ്ട് പിടിച്ചോളാൻ പറയും. എങ്ങനെ പിടിക്കണമെന്നും നാരദ മഹർഷി വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ എപ്പോഴൊക്കെയാണോ ദേവതകൾ പ്രതിസന്ധിയിലാകുന്നത് അവരുടെ രക്ഷയ്ക്ക് ഓടിയെത്തുന്ന ഒരു യോഗിയാണ് നാരദൻ. അപ്പൊ ഈ സംഗമയുഗത്തിലെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള യോഗി സ്റ്റേറ്റ്, ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ ബ്രഹ്മകുമാർ, ആ ഒരു ഈഗോ സ്റ്റേറ്റ് ആണ് ശരിക്കും നാരദ മഹർഷിയെ കാണിച്ചിട്ടുള്ളത്. എന്നാൽ നാരദ മഹർഷി ധാരാളം പോരായ്മകളും ഉണ്ട്. ഒരു യോഗി എന്ന് പറയുമ്പോൾ നമ്മൾ യോഗി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്, പെർഫെക്ഷനിൽ അറ്റൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൊച്ചു കൊച്ചു ഫാൾട്ടുകളൊക്കെ സംഭവിക്കും. പല സന്ദർഭങ്ങളിലും നാരദന് ഈഗോ വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്. അപ്പോഴൊക്കെ ബ്രഹ്മാവോ വിഷ്ണുവോ ശങ്കരനോ ഇടപെട്ട് അത് കറക്റ്റ് ചെയ്യും. അതായത് ഈ സംഗമിക പുരുഷാർത്ഥ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ പലതരത്തിലുള്ള ഈഗോ സ്റ്റേറ്റുകൾ ഡെവലപ്പ് ആകുമ്പോൾ ത്രിമൂർത്തിയായ പരമാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് നമ്മുടെ ഈഗോ സ്റ്റേറ്റിനെല്ലാം ഇല്ലാതാക്കും. നാരദനെങ്കിൽ എപ്പോഴും ഒരു ചപ്ലാങ്കട്ടയും കാണും, വീണയും കാണും. എന്തുകൊണ്ടാ? ലോകം മുഴുവൻ നാരായണ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ണ് തുറക്കുന്ന സമയം മുതൽ കണ്ണടയ്ക്കുന്ന സമയം വരെ, അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരേ മന്ത്രം നാരായണ നാരായണ. അർത്ഥം ഒരു നാരായണ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ ഉയരണമെന്നുള്ള നിരന്തരമായ സങ്കല്പമാണത്. അസുരന്റെ കോട്ടയിൽ ചെന്നിട്ട് ഹേ നാരായണ നാരായണ എന്നേ വയ്ക്കുള്ളൂ. അവിടെ പോയിട്ട് അസുരന്റെ മഹിമ പാടില്ല. നിൽക്കുന്നത് അസുരന്മാരുടെ രാജകൊട്ടാരത്തിലാണെങ്കിലും അവരുടെ മുഖത്ത് നോക്കി നാരായണ എന്ന് വിളിക്കാൻ ചങ്കുറപ്പ് ആർക്കേ ഉള്ളൂ? നാരദന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ആ പവറില്ല. വിശ്വം മുഴുവൻ കറങ്ങി നടന്ന് നരനിൽ നിന്നും നാരായണനാകുവാനും തൻ്റെ ഉള്ളിലുള്ള നാരായണ വ്യക്തിത്വത്തെ ഉണർത്തുവാനും വേണ്ടി നിരന്തരമായി നാരായണ സ്വരൂപത്തെ സ്മരിച്ച് തൻ്റെ ലക്ഷ്യം എന്താണോ ലക്ഷ്യത്തെ ഓർമ്മിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമ്പൂർണ്ണ യോഗിയായിട്ടാണ് പുരാണങ്ങളിൽ നമ്മൾ നാരദനെ കാണിക്കാറുള്ളത്. എന്നാൽ നാരദ മഹർഷിയുടെ ജീവിതത്തിലെ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആ കഥ എന്താണ് നമുക്കൊന്ന് നോക്കാം. വിഷ്ണു പുരാണത്തിൽ വളരെ പ്രസക്തമാണത്. നമുക്കറിയാം നാരദൻ ഒരു സ്ഥലത്തും ഒരു സമയത്തും അടങ്ങിയിരിക്കാറില്ല. ഫുൾ ടൈം ടൂറിലാണ്, യാത്രയോട് യാത്ര. ചിലപ്പോൾ വിഷ്ണു ചോദിക്കാൻ, നാരദരെ അങ്ങേ കണ്ടിട്ട് ഒത്ര നാളായല്ലോ, എവിടെയായിരുന്നു ടൂറ്? കുറച്ച് നാളുകളായി കണ്ടതേയില്ല. അപ്പോൾ ടൂറ് പോയ കഥ പറയും. ഞാൻ എവിടെയായിരുന്നു ഇത്രയും നാളും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നൊമാഡിക്കായിട്ട് ലോകം മുഴുവൻ അവധൂതനെ പോലെ ഈശ്വര സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നാട് മുഴുവൻ നടക്കുന്ന ഒരു നാരദൻ. അങ്ങനെ നാരദൻ ഒരു ദിവസം വളരെ ഗഹനമായ ഒരു തപസ്സിലേക്ക് പോവുകയാണ്. ഈ കഥ കേൾക്കുമ്പോൾ സംഗമയുഗത്തിലെ നമ്മുടെ പുരുഷാർത്ഥി ജീവിതവുമായിട്ട് ഈ കഥയെ കണക്ട് ചെയ്ത് കേൾക്കുക. ഇപ്പൊ നാരദ മഹർഷി ഒരിക്കൽ വളരെ കഠിനമായിട്ടുള്ള ഒരു തപസ്സിൽ അത്ര ഏകാഗ്രതയോടുകൂടി പവർഫുൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ്. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നമുക്കറിയാം, പൊതുവെ ആരെങ്കിലും ധ്യാനിക്കുന്ന കണ്ടാൽ ഇന്ദ്രന് സഹിക്കില്ല. എന്തുകൊണ്ടാണ്? ഈ വ്യക്തികൾ ഇപ്പൊ മഹാബലി തപസ് ചെയ്തു, അപ്പോഴും ഇന്ദ്രന് സഹിച്ചില്ല. അപ്പോഴാണ് ബ്രാഹ്മണനെ പറഞ്ഞു വിട്ടത്. എങ്ങനെയും നശിപ്പിച്ചിട്ട് അവരുടെ തപസ്സിന് ഭംഗം വരുത്തണം. ആരെങ്കിലും ഒരാള് ഏകാഗ്രതയോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കണ്ടാൽ ഇന്ദ്രന്
സംശയമാണ് അവരെ. നമ്മൾ എപ്പോഴാണോ ഗഹനമായ തപസ്സിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അസ്വസ്ഥമാകും. കാരണം ഇത്രയും കാലം ദേഹബോധത്തിൽ രമിച്ചു വന്ന ഇന്ദ്രിയങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം ഏകാഗ്ര ബുദ്ധിയോടുകൂടി പരമാത്മനെ ഓർമ്മിക്കുന്നു പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം അസ്വസ്ഥമാകും, മനസ്സ് അസ്വസ്ഥമാകും, വെറുതെ ചിന്തകൾ വരും, കൈചൊറിയും കാലുചൊറിയും കണ്ണടയ്ക്കും ഉറക്കം തൂങ്ങും, എന്തെല്ലാം കുഴപ്പങ്ങളാണ് വരുന്നത്. അപ്പൊ ഇത്രയും നാൾ ഞാൻ ഇന്ദ്രിയങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ, ദേഹത്തിനെ, ആത്മാവിനെ. അപ്പൊ എൻ്റെ രാജ്യഭരണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് പലപ്പോഴും പല ആളുകൾക്ക് ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നതൊരു ബാലികേറാമലയാണ്. ഇന്ദ്രിയങ്ങളെ ജയിച്ചെങ്കിൽ മാത്രമല്ലേ യോഗിയാകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നാരദ മഹർഷി അതിഗഹനമായ ഒരു തപസ്സിലേക്ക് പോവുകയാണ്. അപ്പൊ പതിവിലെന്നതുപോലെ സർവ്വസാധാരണമായ രീതിയിൽ തന്നെ ദേവരാജനായി ഇന്ദ്രൻ ഈ തപസ് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങി. കാരണം ഈ തപസ് ചെയ്തിട്ട് ഈ തപസ്സിന്റെ പിന്നിൽ ഋഷിയുടെ ഉദ്ദേശം എന്താണ് അത് ഇന്ദ്രന് മനസ്സിലായില്ല. ഒരുപക്ഷെ എൻ്റെ സ്വർഗത്തെ തട്ടിയെടുത്ത് സ്വർഗത്തിൻ്റെ മേൽക്കോയ്മ നേടാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം നാരദൻ ഈ തപസ് ചെയ്യുന്നതെന്ന് വെറുതെ അങ്ങ് ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ കണ്ടുപിടിച്ച മാർഗം എന്താണ്? ശ്രദ്ധ തിരിക്കുവാൻ, യോഗിയുടെ മനസ്സിനെ ശ്രദ്ധ ഇല്ലാതാക്കുവാൻ, ഏകാഗ്രത ഭഞ്ജിക്കുവാൻ എന്തൊക്കെ മാർഗങ്ങളാണ്? രംഭയുണ്ട്, തിലോത്തമയുണ്ട്, മേനകയുണ്ട്, സംഗീതമുണ്ട്, ചിലമ്പലിയുണ്ട്, നല്ല സുഗന്ധമുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇന്ദ്രിയങ്ങളെ സെൻസേഷൻ ചെയ്യിപ്പിക്കണം. ആ സെൻസേഷൻ കൊടുക്കത്തക്ക രീതിയിലുള്ള വ്യക്തികളെ പറഞ്ഞയച്ച് തപസ് മുടക്കുക എന്നുള്ളത് നമ്മൾ പല പുരാണ കഥകൾ, ഏവൻ വിശ്വാമിത്ര മഹർഷി പോലും രംഭ, തിലോത്തമ, മേനക, ഉർവശിമാരുടെ മുമ്പിൽ തോറ്റുപോയതായിട്ടാണ് നമ്മൾ കഥയിൽ കേട്ടിട്ടുള്ളത്. ഉടൻ തന്നെ ഇന്ദ്രൻ തൻ്റെ മനോഹാരിതകളാൽ നാരദന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആഗ്രഹത്തിൻ്റെ, അതായത് കാമനകളുടെ ദേവനായ കാമദേവൻ, ഇത് മന്മഥൻ, മന്മഥൻ മനസ്സിനെ മഥനം ചെയ്യുന്നവൻ. കാമന എന്ന് പറയുന്ന ആഗ്രഹങ്ങളാണ്. അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റമാണ്, ചിന്തകളുടെ സുനാമി തിരകളാണ്. അതിങ്ങനെ അലയടിക്കും, മനസ്സിനെ അതങ്ങ് മതിക്കും. അത് വേണം, ഇത് വേണം, അത് നേടണം, ഇത് നേടണം, കിട്ടിയേ പറ്റൂ, കിട്ടിയേ കൂടൂ എന്നുള്ള സ്ഥിതി വന്നു കഴിയുമ്പോൾ യോഗം ചെയ്യാൻ പറ്റുമോ? കാരണം മനസ്സിൽ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ധാരാളം ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി വരാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഏകാഗ്രത നഷ്ടപ്പെടും, തപസ്സിളകും. ഇന്ദ്രിയങ്ങൾ ചിലത് മണത്തിൻ്റെ പുറകെ, ചിലത് ശബ്ദത്തിൻ്റെ പുറകെ, ചില സ്വാദിൻ്റെ പുറകെ, ചില സ്പർശന സുഖത്തിൻ്റെ പുറകെ എല്ലാം സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ മന്മഥനെ അയച്ചു, മനസ്സിനെ മതിക്കുന്ന മന്മഥൻ. മന്മഥൻ എന്ത് ചെയ്തു? തന്നെ കൊണ്ടാകുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും, ഒരു വ്യക്തി അങ്ങനെയാണ്, തനിക്കൊരു ഡ്യൂട്ടി കിട്ടിയാൽ ആ ഡ്യൂട്ടി പരിപൂർണമായി നല്ല വൃത്തിയായിട്ട് ചെയ്തു തീർക്കണമെന്ന് കരാറെടുത്ത വ്യക്തി തീരുമാനിക്കുന്ന പോലെ ഇന്ദ്രന്റെ കരാർ മന്മഥൻ അഥവാ കാമദേവൻ ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം പല രീതികളിൽ ബ്രഹ്മാവിനെ നാരദന്റെ തപസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ നാരദൻ നല്ലതുപോലെ ബ്രഹ്മചര്യം പാലിക്കുന്ന ആളാണെന്ന് ഇന്ദ്രന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെന്ന് ചെന്നാലൊന്നും പുള്ളിക്കാരന്റെ മനസ്സിളകില്ല എന്ന് വ്യക്തമായ ബോധമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? മന്മഥനെ അയക്കുകയാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ വികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ, മനസ്സ് വികാരങ്ങളാൽ, ആഗ്രഹങ്ങളാൽ, കാമനകളാൽ മതിക്കപ്പെടുമ്പോൾ അതിനുള്ള ഏകമാത്ര ഉപായം ഭഗവാന്റെ ഓർമ്മ മാത്രമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് സർവശക്തിവാനായ ഭഗവാനാണ്. അപ്പോൾ നാരദ മഹർഷി ആ തപസ് ചെയ്തപ്പോൾ തൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ആ തപസ് ഇളകുവാൻ സാധ്യവുമല്ല. അങ്ങനെ മന്മഥൻ എന്ത് ചെയ്തു? കാമദേവൻ എന്ത് ചെയ്തു? നാരദനെ വശീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പല രീതികളിലും ശ്രമിച്ചു.
നാരദൻ ഇരുന്ന സ്ഥലം തികച്ചും തരിശായൊരു ഭൂമിയായിരുന്നു. ഡ്രൈ ആയൊരു സ്ഥലം, സൈറ്റ് സീനൊന്നും ഇല്ല, ഒരു വരണ്ട പ്രദേശം. ഉടൻ തന്നെ ആ തരിശായി കിടന്ന പ്രദേശത്തെ അദ്ദേഹം പർവ്വതങ്ങൾ സൃഷ്ടിച്ചു, സുഗന്ധം വമിക്കുന്ന പുഷ്പങ്ങൾ നിറഞ്ഞ ചെടികളുണ്ടാക്കി. പിന്നെ മഞ്ഞ്, സംഗീതമായ ജലധാരകൾ, കുറ്റിച്ചെടികൾ, പുഷ്പമായ വള്ളികൾ കൊണ്ട് നല്ല പുഷ്പങ്ങൾ നിറഞ്ഞ വള്ളിച്ചെടികൾ. ചുരുക്കി പറഞ്ഞാൽ ആ സാഹചര്യം അത്രയധികം മനോഹരമാക്കി മാറ്റി. നല്ല തണുത്ത കാറ്റ്, കാട്ടിൽ ഒഴുകി വരുന്ന പൂക്കളുടെ സുഗന്ധം, തൊട്ടരികിൽ അരുവികളിൽ നിന്നും വെള്ളം വീഴുന്ന വെള്ളത്തിൻ്റെ ശബ്ദം, കിളികളുടെ കളകൂജനങ്ങൾ, വെള്ളത്തിൻ്റെ കളകളാരവം, പിന്നെ നല്ല സുഖകരമായ AC ക്ലൈമറ്റ്, എയർ കണ്ടീഷൻ ക്ലൈമറ്റ്. അങ്ങനെ എന്തുകൊണ്ടും ഒരു മനുഷ്യൻ്റെ മനസ്സ് പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി. അതിനുശേഷം അവിടെ കുറെ അപ്സരസുകൾ വിളിച്ചു. എന്താണ്? പാട്ട് പാടൂ, നിങ്ങൾ നൃത്തം ചെയ്യൂ. ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ തന്നെയുള്ള ഇന്ദ്രന്റെ കൂടെ ഇരിക്കുന്ന ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ നല്ല പാട്ടുകാരികളും വാദ്യമേളക്കാരും നർത്തകികളുമാണ് അവിടേക്ക് വന്നത്. അവർ പാട്ടും പാടി നല്ല ഗാനമേളയും നൃത്തപരിപാടിയൊക്കെ അവിടെ അവതരിപ്പിച്ചു. പക്ഷേ മഹർഷി അല്ലെങ്കിൽ നാരദൻ കണ്ണു തുറന്നതുമില്ല, അതിനെ ഒന്ന് കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ തയ്യാറായതുമില്ല. അതായത് ആരാണോ പരിപൂർണമായിട്ടും ഏകാഗ്രചിത്തമായി ശിവപരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കുന്നത്, ആ സമയത്ത് അവരുടെ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം മെർജാണ്. ശബ്ദം കേൾക്കില്ല, ദൃശ്യങ്ങൾ കാണില്ല, സുഗന്ധം അറിയില്ല, സ്പർശനം അറിയില്ല. ആ അവസ്ഥയിലാണ് ആരിയ്ക്കുന്നത്? നാരദ മഹർഷി ഇരിക്കുന്നത്. പക്ഷെ എങ്ങനെയും തപസ് ഇളക്കിയേ പറ്റൂ എന്ന് കാമദേവനും തീരുമാനിച്ചു. നല്ല യുക്തി പ്രയോഗിച്ചു. തൻ്റെ പ്രത്യേക രീതിയിൽ വിഭാവനം ചെയ്ത കരിമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലിൽ നിന്നും വില്ലെടുത്ത് വെച്ചു. നമുക്കറിയാം കാമദേവന്റെ വില്ലുണ്ടാക്കിയിരുന്ന കരിമ്പ് കൊണ്ടാണ്. അതിൽ എയ്യാൻ ഉപയോഗിക്കുന്ന അമ്പോ 5 തരത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള അമ്പാണ് ഉപയോഗിക്കുക. പഞ്ച ഇന്ദ്രിയങ്ങളെ വഴിതെറ്റിക്കണമെങ്കിൽ 5 തരത്തിലുള്ള കാമനകൾ, 5 തരത്തിലുള്ള വികാരങ്ങൾ വരണം. അപ്പോൾ 5 തരത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള അമ്പാണ് കാമദേവൻ ഉപയോഗിക്കാറുള്ളത്. അതങ്ങ് തൊടുത്ത് വിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ തൊടുത്തുവിട്ട ശക്തമായ പുഷ്പാസ്ത്രങ്ങൾ, ആ പുഷ്പാസ്ത്രങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ കാമദേവൻ ഒരാളുടെ മേൽ മാത്രമല്ല ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പണ്ടൊരിക്കൽ സാക്ഷാൽ ശിവന്റെ അടുത്തേക്കും ഇതിനെ ഒന്ന് പ്രയോഗിച്ചു നോക്കി ഒരു രസത്തിന്. അപ്പോൾ നല്ല പണിയാണ് കിട്ടിയത്. അപ്പൊ കാമദേവന് ആ ഓർമ്മ വന്നു, പണ്ട് ഇതേപോലെ തന്നെ ശങ്കരൻ ഏകാഗ്ര ബുദ്ധിയായി തപസ് ചെയ്തപ്പോൾ ഞാൻ ഇതുപോലെ കുസൃതി കാണിച്ചതാണ്. അപ്പൊ ശിവനെ പോലും അത് ഞാൻ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ പുഷ്പങ്ങൾ ചെന്ന് തറച്ചിട്ടുണ്ട്, പിന്നെയാണോ ഈ ഒരു മഹർഷി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് താൻ കബളിപ്പിക്കപ്പെട്ടു, തന്നെ ഒരാൾ എങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ശങ്കരൻ കണ്ണു തുറന്നു. ദേഷ്യം കൊണ്ട് വിറച്ചു. അടുത്ത സെക്കൻഡിൽ തൃക്കണ്ണ് തുറക്കുകയും കാമദേവൻ ചുട്ടരിക്കപ്പെടുകയും ഭസ്മമായി പോവുകയും ചെയ്തു. അപ്പൊ ഈ മഹർഷിയിലേക്ക് അമ്പെയ്യുന്ന ആ സമയത്ത് കാമദേവന്റെ മനസ്സിൽ പൂർവ്വകാല സ്മരണയുണ്ടായി. ഇങ്ങനെ ഒരു കളി കളിച്ചതാണ് പണ്ട് എനിക്കൊരു വലിയ പണി കിട്ടിയത്. ഇതും അങ്ങനെ വല്ല ആകുമോ? ഇന്ദ്രൻ പറഞ്ഞതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം തൻ്റെ ജോലി ചെയ്യും. എല്ലാം ഓർത്തു കാമദേവൻ, തൻ്റെ പൂർവ്വപ്രവൃത്തി, അതിലൂടെയാണല്ലോ എനിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്, ചാമ്പലായി പോയില്ലേ. ഇതെല്ലാം ഓർമ്മയിൽ വന്നു. ഫ്ലാഷ് ബാക്കായിട്ടെല്ലാം മനസ്സിൽ കാണുകയാണ്. അതുപോലെ വല്ലതും സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇത് വെച്ചിട്ട് എന്താ, വരുന്നത് വരട്ടെ, വരുമ്പോൾ കാണാം, ഇന്ദ്രൻ പറയിലുണ്ടല്ലോ ഒരു സപ്പോർട്ടായിട്ട് എന്ന് കരുതി മന്മഥൻ തൻ്റെ അസ്ത്രം ആ നാരദന്റെ നെഞ്ചിനെ ലക്ഷ്യമാക്കി ചെയ്തു. നാരദന്റെ മേൽ തമ്പ് കൊണ്ടു. പക്ഷെ നാരദൻ കണ്ണു തുറന്നില്ല. കണ്ണു തുറന്നില്ല അല്ലെ? ബാബ മുരളി പറയാറില്ലേ, മനസ്സിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ, വികാരി ചിന്തകൾ വന്നൊല്ലട്ടെ,
പക്ഷെ കർമ്മമേ നഹിയാന, കർമ്മത്തിലേക്കത് വരരുത് എന്നാണ് പറയുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? മനസ്സിൽ വന്നു, കണ്ണ് കാണരുത്, കാണണമെന്ന് തോന്നി പക്ഷെ കണ്ണടച്ചിരുന്നോളൂ. കേൾക്കണമെന്ന് തോന്നി പക്ഷെ കേൾക്കണ്ട. രുചിക്കണമെന്ന് തോന്നി പക്ഷെ വായടച്ചിരുന്നോളൂ. ഞാൻ കണ്ണു തുറന്നില്ല. അമ്പ് മേത്ത് വന്ന് കൊണ്ടിട്ടും മനസ്സിൽ അത് സങ്കല്പം വന്നെങ്കിലും അത് കണ്ണു തുറന്നില്ല. അർത്ഥം ഇന്ദ്രിയങ്ങൾ അതിലേക്ക് ഓപ്പൺ ആയില്ല. അവസാനം കാമദേവൻ തൻ്റെ തോൽവി സമ്മതിച്ചു. ഇനി എനിക്കൊരിക്കലും ഇങ്ങനെ വിഷ്ണു പറയുന്ന കാമദേവനെ അല്ലെ നാരദ മഹർഷിയെ ഇങ്ങനെ ഒന്നും ചെയ്യാനാവില്ല. എൻ്റെ അമ്പുകളൊന്നും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യത്തെ ഇല്ലാതാക്കുവാൻ ഉള്ള ക്ഷമതയുള്ളതല്ല എന്ന് മനസ്സിലായി. അങ്ങനെ നാരദന്റെ മഹത്വം തൻ്റെ തോൽവിയും, അതായത് കാമദേവൻ തൻ്റെ തോൽവിയും സമ്മതിച്ചു, നാരദന്റെ മഹത്വവും അംഗീകരിച്ചു. എന്നിട്ട് കാമദേവൻ വന്നിട്ട് നാരദന്റെ കാൽക്കീഴിൽ വീണിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? തൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന കാമദേവനെ കണ്ടിട്ട് നാരദമുനിക്ക് അത്ഭുതമുണ്ടായി. അപ്പൊ ആ കാമദേവനോട് സൗമ്യഭാവത്തിൽ, ദേഷ്യപ്പെടാനൊന്നും പോയില്ല, സൗമ്യഭാവത്തിൽ ദയാഭാവത്തിൽ സന്തോഷം കാണിച്ചുകൊണ്ട് ഉടൻ തന്നെ കാമദേവൻ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ വന്നതും വരാനുണ്ടായ കാരണം എന്താണെന്നും ആരാണ് എന്നെ പറഞ്ഞു വിട്ടതെന്നും എല്ലാം പറഞ്ഞു. ഇത്രയും കേട്ടപ്പോഴത്തേക്കും നാരദൻ അങ്ങ് എക്സൈറ്റഡ് ആയി. അപ്പൊ ഞാൻ അത്ര വലിയ സംഭവം അല്ലേ, കാമദേവന് പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഞാൻ ആരാ? എന്നെപ്പോലൊരു ബ്രഹ്മചാരി ലോകത്ത് വേറെയില്ല. പണ്ട് ശിവനെ പോലും അമ്പെയ്ത ആള്, ശിവനും ആ ഇടയ്ക്കൊന്ന് കണ്ണു തുറക്കേണ്ടി വന്നു. അവിടെ ഞാനോ കണ്ണുപോലും തുറന്നില്ല. അപ്പൊ എന്താണ്, തൻ്റെ ബ്രഹ്മചര്യത്തിൽ അമിതമായ അഭിമാനം ഉണ്ടായി. ഇവിടെയാണ് കഥയുടെ ടേണിംഗ് പോയിന്റ്. യോഗികൾക്ക് അഹങ്കാരം വന്നോ, അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പറയും മിയാമുട്ടുനെങ്കിൽ സംശനായേ, എല്ലാം അറിയാമെന്ന് ഭാവിക്കരുത്. ജ്ഞാനിയോഗ്യ ആത്മാവാ, കാര്യമൊക്കെ ശരിയാ, പക്ഷെ പെർഫെക്റ്റ് ആയിട്ടില്ല, പൂർണ്ണനായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് ഞാൻ പൂർണ്ണനായെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പറിൽ ജയിച്ചപ്പോൾ തന്നെ നാരദൻ വിചാരിച്ചു ഞാൻ എല്ലാ വികാരങ്ങളെയും ജയിച്ചു കഴിഞ്ഞു, പിന്നെ എനിക്ക് കാമനയില്ല, ആഗ്രഹവുമില്ല, ഒന്നുമില്ല, ഞാൻ തന്നെയാണ് ശരിക്കും അറിയപ്പെടേണ്ടവൻ. അപ്പൊ തനിക്ക് ഉണ്ടായ കിട്ടിയൊരു നേട്ടം താൻ വലിയൊരു സംഭവമായി. കാമദേവൻ പോലും എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് എനിക്ക് ജയ് വിളിച്ചു, ഇത് 10 പേരെ അറിയിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? നാരദൻ നേരെ ഓടിച്ചെന്നത് കൈലാസത്തിലേക്കാണ്. കാരണം ശിവനും കാമദേവനും പണ്ടൊരു മത്സരം നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ ചെന്ന് ആദ്യം ഇത് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൈലാസത്തിട്ട് പറഞ്ഞു, സംഭവമൊക്കെ പറഞ്ഞു. പണ്ട് അങ്ങയെ പരീക്ഷിച്ച ആ കാമദേവൻ ഇന്ന് എന്നെയും പരീക്ഷിക്കാൻ വന്നു, പക്ഷെ എൻ്റെ ഇടയ്ക്ക് അവൻ്റെ പണിയൊന്നും നടന്നില്ല, ഞാൻ അവനെ ഓടിച്ചു വിട്ടു. അപ്പോൾ നാരദൻ്റെ ഈ നേട്ടം കിട്ടി, നല്ല നേട്ടമല്ലേ, നല്ല കാര്യമല്ലേ? അപ്പം ശരി, ഓക്കെ. അപ്പം നമ്മൾ ശിവബാബയ്ക്ക് പറ, ബാബ ഞാൻ കാമത്തെ ജയിച്ചു, ഓക്കെ ബെൽ സബാഷ്, കൺഗ്രാജുലേഷൻ ബാബ പറയില്ലേ നമ്മളോട്? നമ്മൾ കുട്ടികൾ ഓരോരോ കാര്യത്തിലും വിജയം കൈവരിക്കും, ബാബ എന്ത് പറയും? സബാഷ് സബാഷ് പറഞ്ഞിട്ടിരിക്കും. അപ്പൊ നാരദന് കിട്ടിയ ഈ നേട്ടത്തിൽ ശിവന് ഭയങ്കര സന്തോഷമായി. പറഞ്ഞു, മഹാനായ ദേവർഷി നാരദ, ദേവർഷി എന്നാണ്, ദേവനുമാണ് ഋഷിയുമാണ്, ദൈവികമായ ഗുണത്തോടു കൂടിയ ഋഷി. അപ്പൊ ദേവർഷിയെ നാരദ, നീ എന്നെ താഴ്ത്തി, കാരണം ഇവിടെ ഞാൻ ചെറുതായി, ഇനി ശരിക്കും കാമദേവനെ ജയിച്ചവൻ നീയാണ്, ശരിയല്ലേ? ശിവബാബയ്ക്ക് കാമദേവനെ ജയിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം പരംപിതാ പരം ആത്മാവ് നിരാകാരനാണ്. ആ ഭഗവാന് ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ടും ജനനവും ഇല്ല, മരണവും ഇല്ല, ജീവിതവും ഇല്ലാത്തതുകൊണ്ട് എന്താഗ്രഹിക്കാനാ? അതുകൊണ്ട് ഈ വികാരങ്ങളുടെ ലോകത്ത് നിന്നുകൊണ്ട് ആരാണോ വികാരത്തെ ജയിക്കുന്നത് അവനാണ്
വികാരങ്ങളെ ജയിച്ചവൻ. അപ്പൊ എന്നെ താഴ്ത്തി, ഇനി മുതൽ കാമദേവനെ മെരുക്കിയവൻ ഞാനല്ല നീയാണ് എന്ന് ലോകർ അറിയും. ബാബ പറയല്ലേ, കുട്ടികളായി നിങ്ങളാണ് വികർമാജിത്തായി മാറണം, വികാരങ്ങളെ ജയിച്ചവരെ മാറണം. അങ്ങനെയുള്ള നിങ്ങളിലൂടെ മാത്രം ആദ്യം നിങ്ങൾ ഫേമസ് ആകും, നിങ്ങളിലൂടെ മാത്രമേ ഭഗവാൻ ഫേമസ് ആകൂ, മീൻസ് പ്രത്യക്ഷനാകൂ. ഇനി മുതൽ ഞാനല്ല കാമദേവനെ മെരുക്കിയവൻ നീയാണ്. പക്ഷെ പറഞ്ഞതല്ല ഇരിക്കട്ടെ, നീ ഇതൊരു കാരണവശാലും പോയിട്ട് ഹരിദേവനോട് പറയല്ലേ. ഇവിടെ ഹരിദേവൻ എന്ന് എടുത്തു പറഞ്ഞു. ഹരി എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തോളുക, മുൻപോട്ട് വരുമ്പോൾ അതിൻ്റെ മീനിങ്സ് പറയാം. അപ്പൊ ഹരിദേവനോട് ഇതിനെക്കുറിച്ച് നീ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ഒരു കുസൃതിയോടുകൂടി ഒന്ന് ചിരിച്ചുകൊണ്ട് ഏതോ ഒരു കാര്യം ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് ഒരു പണി കൊടുക്കണം. അഹങ്കാരിച്ച് കൂടി നിൽക്കുകയാണ്. ശിവനെ പോലും പറയും, അങ്ങയ്ക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്തത് എന്നുള്ള ഭാവത്തിലാണ് സംസാരിച്ചത്. അതെന്ത് ഭോലാനാഥനല്ലേ ഭഗവാൻ, ഭഗവാനെ വാശിയും വൈരാഗ്യം ആരോടും ഇല്ല. അപ്പൊ സ്വയം സമ്മതിച്ചു, ശരിയാണ് നാരദ, നീ പറഞ്ഞ ശരിയാ, ഞാനല്ല കാമത്തെ മരിക്കും, നീ തന്നെയാണ്. പക്ഷെ ഇത് ഹരിയോട് പോയിട്ട് പറയരുത്. ഒരു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം, കുസൃതി നിറഞ്ഞ പുഞ്ചിരി, എന്തോ ഒരു ഈ കഥ ഈ പറഞ്ഞ ചിരിക്ക് മുൻപിലും ഹരിയോട് പറയരുത് എന്നതിൻ്റെ പിന്നിൽ ഒരു ചെറിയൊരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണ്, എന്തുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ഒരു കുസൃതിയോടുകൂടി ഒരു തമാശ മട്ടിൽ ശങ്കരൻ പറഞ്ഞതെന്ന് അല്ല ശിവൻ പറഞ്ഞതെന്ന് നാരദന് മനസ്സിലായില്ല. അതുകൊണ്ട് അല്പം പരിഭ്രമം, അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞിട്ട് പരിഭ്രമം ഉണ്ടായി. പിന്നെ അല്പം അസൂയ. എന്താണ് അസൂയ? ഇവിടെ അസൂയ ശരിക്കും തോന്നേണ്ടത് ശിവനായിട്ടാണ് കാണിക്കുന്നതെങ്കിലും അല്പം പരിഭ്രമത്തോടുകൂടി അവിടെ നിന്ന് യാത്ര പറഞ്ഞു. ഇനി പോകുമ്പോൾ എങ്ങോട്ടാ? തൻ്റെ ആജീവനാന്ത ഭക്തനായി, ഞാൻ ആരുടെ ഭക്തനായിരുന്നു ഇത്രയും കാലം? ആജീവനാന്ത കാലത്തോളം ഞാൻ എന്തിനെയാണോ സ്മരിച്ചുകൊണ്ടിരുന്നത്? നാരായണ സ്വരൂപത്തെ. ആ വിഷ്ണുവിനോട് തൻ്റെ സുപ്രധാനമായ നേട്ടം, തനിക്ക് കിട്ടിയ ഈ നേട്ടം എന്തുകൊണ്ടാണ് പറയൂ എന്ന് പറഞ്ഞത്? എല്ലായിടക്കലും പറയൂ എന്നല്ലേ പറയേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വിഷ്ണുവിനോട് ഇത് പറയരുതേ, ഹരിദേവനോട് പറയരുതേ എന്ന് പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഒരു ചിന്ത വന്നു. ഒരുപക്ഷെ ശിവൻ എന്നോട് അസൂയ കാണും. എൻ്റെ നേട്ടം 10 പേര് അറിയുന്ന പുള്ളിക്ക് കുറച്ചിലല്ലേ? പുള്ളി ഒരു വർഷം യുദ്ധം ചെയ്തു എല്ലാവരുമായിട്ട്, നാരദനുമായിട്ട്. അപ്പം ശങ്കരന് പോലും സാധിക്കാത്തൊരു കാര്യം ഞാൻ ചെയ്തു എന്ന് ലോകരറിഞ്ഞാൽ ശങ്കരൻ ചെറുതായി പോകും. ആ അസൂയുള്ളത് കൊണ്ടായിരിക്കും മറ്റാരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതിയെന്ന അർത്ഥത്തിൽ ഹരിദേവനോട് പറയരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ശിവന് തന്നോട് അസൂയയുണ്ടെന്നും അതിനെക്കുറിച്ച് അഭിമാനിക്കാൻ വേണ്ടിയാണ് മറ്റാരോടും ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞതെന്നും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു തെറ്റിദ്ധാരണ നാരദന്റെ മനസ്സിലുണ്ടായി. നാരദനാണെങ്കിലോ ശിവന്റെ വാക്കുകളെല്ലാം അവഗണിച്ചു. പറയരുത് എന്ന് പറഞ്ഞ കാര്യം എന്ത് വില കൊടുത്തും പറയാൻ തയ്യാറായി. കാരണം തൻ്റെ പബ്ലിസിറ്റി അല്ലേ തനിക്ക് വലുത്? വിഷ്ണു ആണോ വലുത്, എൻ്റെ പബ്ലിസിറ്റി ആണോ വലുത്? എൻ്റെ പബ്ലിസിറ്റിക്കല്ലേ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അങ്ങനെ പുള്ളിക്കാരൻ നേരെ എവിടെത്തി? വൈകുണ്ഠത്തിലെത്തി. കഥയെല്ലാം വിവരിച്ച് കേൾപ്പിക്കണം, ഒത്തിരി സമയം എടുക്കുമല്ലോ. അങ്ങനെ വിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം ആവേശത്തോടെ തിടുക്കം കൂട്ടിയെത്തി. അവിടെ ചെന്നപ്പോൾ കണ്ടത് എന്താണ്? വിഷ്ണു അല്ലെങ്കിൽ ഹരിദേവൻ അവിടെ ദിവ്യമായ യോഗനിദ്രയിൽ ഉറങ്ങുന്നു. അങ്ങനെ തൻ്റെ ലോകരക്ഷകനായ ആ വിഷ്ണു ഭഗവാനെ നാരദൻ കാണുകയാണ്. അവിടെ ചെന്നിട്ട് കോളിംഗ് ബെല്ലൊന്നുമില്ലല്ലോ, അവിടെ തന്നെ നാരായണ നാരായണ തൻ്റെ പതിവ് ശൈലിയിൽ ഒരു പ്രത്യേക ടോണിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അലാറടിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ എഴുന്നേൽക്കുമല്ലോ. അങ്ങനെ നാരായണ നാരായണ എന്നുള്ള അലാറം അടിച്ചു, ആ മണി മുഴക്കി. എങ്കിലും ആ നാരായണൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നാരായണൻ ഉണർന്നു എന്നുള്ളതാണ്. ഉണർന്നപ്പോൾ അവിടെയുണ്ട് കള്ളച്ചിരി, ഒരു കള്ളനോട്ടം, ഒരു പുഞ്ചിരിയും ചുണ്ടിലുണ്ട്. എന്തോ ഒരു സംഭവം.
അവിടെ ശിവൻ എങ്ങനെയാണോ ചിരിച്ചുകൊണ്ട് കുസൃതിയോട് യാത്രയാക്കിയത്, അതേ ഫീലിങ്സ് ആണ് ഇപ്പൊ ഇവിടെ വിഷ്ണുവിന്റെ മുഖത്തും കണ്ടത്. അപ്പൊ വിളിക്കാതെ തന്നെ ഉണർന്നു. എന്നിട്ട് തൻ്റെ ആ ശാന്തമായ ശബ്ദത്തിൽ വളരെ മധുരമായിട്ട് പറയും, നാരദരെ, അങ്ങേക്ക് സ്വാഗതം. എന്താണ് അങ്ങിപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം? എന്ത് വിശേഷപ്പെട്ട വാർത്തയാണെന്ന് കൊണ്ടുവന്നത്? ഇത് കേൾക്കെ നാരദനെങ്ങും ആവേശം കൊണ്ടങ്ങ് തുള്ളിച്ചാടുകയാണ്. ഒന്ന് പറഞ്ഞു തീർക്കണ്ടേ ആരോടെങ്കിലും? ഇത് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഭഗവാൻ അറിയുന്നു, നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. പർവ്വതത്തിൽ തപസ്സിരുന്നതും അവിടെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടന്നതും അതിൽ ജയിച്ചതും എല്ലാം ഇച്ചിരി മസാലയൊക്കെ കൂടെ ചേർത്ത് നല്ല അതിശയക്തിയോടുകൂടി ആര് കേട്ടാലും ആസ്വദിച്ച് കേൾക്കത്തക്ക രീതിയിൽ തന്മയത്വത്തോടു കൂടി സംസാരിച്ചു. നാരദൻ മുഴുവൻ കാര്യങ്ങളും വിഷ്ണുവിന് വിവരിച്ചു കൊടുത്തു. അപ്പൊ മഹാദേവനായ മഹാദേവൻ പോലും എന്നെ ശ്രേഷ്ഠ അംഗീകരിക്കുന്നു. കണ്ടാ, അവിടെ ശിവൻ പോലും പറഞ്ഞു, നാരദരെ, ഇനി മുതൽ നീയാണ് കാമത്തെ ജയിച്ചവൻ എന്നുള്ള പേരിന് യോഗ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം മഹാദേവൻ പോലും എന്നെ അതിശ്രേഷ്ഠനായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. നാരദൻ പറയുക. ഇത് കേട്ടിട്ട് വിഷ്ണുദേവൻ ഒന്നും പറഞ്ഞില്ല, ആ ചുണ്ടിൽ പുഞ്ചിരി മാത്രം. എന്നിട്ടും വിഷ്ണുവിൽ നിന്ന് ഹൃദ്യമായ പ്രതികരണം കിട്ടില്ല. ആണോ നാരദരെ? ഓ അങ്ങനെയാണോ എന്നല്ലേ നമ്മൾ ചോദിക്കുക. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മുടെ ഒരു മഹത്വം ഇങ്ങനെ വർണ്ണിച്ച് കേൾപ്പിക്കുമ്പോൾ കേൾക്കുന്ന ആൾ അവസാനം എന്ത് ചെയ്യണം? നന്നായിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഒന്ന് പറയണ്ടേ, അതല്ലേ മര്യാദ. അങ്ങനെ പറയുമെന്ന് കരുതിയാണ് നാരദൻ ആവേശത്തോടെ മനസ്സുകൊണ്ട് തുള്ളിച്ചാടി ഇതെല്ലാം പറഞ്ഞത്. പക്ഷെ ഒന്ന് ചിരിക്കുക മാത്രമേ നാരായണൻ ചെയ്തുള്ളൂ എന്നുള്ളതാണ് അവിടെ നടന്നത്. എന്തായിരിക്കും വിഷ്ണു ഇത് കേട്ടിട്ട്? താൻ പ്രതീക്ഷിച്ചതുപോലെ പ്രതികരിച്ചില്ല വിഷ്ണു. ഓ, വിഷ്ണുവിനും എന്നോട് അസൂയായിരിക്കും. പണ്ട് ചിന്തിക്കുക അങ്ങനെയാ. കാരണം വിഷ്ണുവിനേക്കാളും ചില കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് താൻ ഒരുപക്ഷെ തന്നെക്കാൾ വിഷ്ണുവിനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് താൻ തോന്നിയത് കൊണ്ട് ആ ഒരു ജാള്യം മറയ്ക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം ഒന്നും പറയാത്തത് എന്ന് നാരദൻ ഒന്ന് നിഗമിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലോക സംരക്ഷകൻ തൻ്റെ നേട്ടത്തെ പരസ്യമായി പ്രശംസിക്കുന്നില്ല? അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു അവിടുന്ന് വാനിഷായി. എന്നിട്ടും വന്ന ആഗ്രഹം പൂർണ്ണമായിട്ടും പാലിച്ചില്ല, കിട്ടിയില്ല. കാരണം എന്താണ്? വിഷ്ണുവിന്റെ ഭാഗത്തു നിന്ന് ഒരു സഭാഷ് കിട്ടിയില്ല. മാത്രമല്ല ഒരു പരിഹാസത്തിന്റെ സൂചന. ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ആ പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം അതുപോലെ കാണിച്ചില്ല. അപ്പൊ അത് എന്നെ പറയുന്ന എന്നോടുള്ള നിന്ദയല്ലേ എന്ന് കരുതി എന്നും അദ്ദേഹം ചിന്തിച്ചു. അപ്പൊ ഉടൻ തന്നെ വിഷ്ണു നാരദരെ പരീക്ഷിക്കാൻ വേണ്ടി ആ ചിരിക്ക് പിന്നിൽ സൂചനയുണ്ടായിരുന്ന പറയുക. ഒരു പരിഹാസമല്ല, അതൊരു ചിരിയായിരുന്നു, കുസൃതി ചിരിയായിരുന്നു. അതിൻ്റെ പിന്നൊരു സൂചന അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്യാസിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക തലം ഉണ്ടാക്കണമെന്നും അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ആ സന്യാസിക്ക് വേണ്ടുന്ന എല്ലാ അംഗീകാരം കിട്ടും, അവിടെ എല്ലാവരും അവനെ തീർച്ചയായിട്ടും അംഗീകരിക്കുകയും ആ യോഗിയുടെ അനുഗ്രഹം തേടി എല്ലാവരും വരും. അങ്ങനെ ഒരു മനുഷ്യരുടെ സാമ്രാജ്യം, പൃഥ്വിലോകം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ നാരായണനാണ്, നാരദനാണ്, ഋഷിവര്യനാണ്. നാളെ ഈ ഋഷിമാർക്ക് വേണ്ടി ഭൂമിയിൽ ഒരു ലോകം സ്ഥാപിക്കണം, പൃഥ്വിലോകത്തിൽ മനുഷ്യരുടെ സാമ്രാജ്യം. അവിടെ ഈ യോഗികൾ എല്ലാവർക്കും അവർക്കുള്ള അംഗീകാരം, രാജ, റാണി, അല്ലെ, അങ്ങനെയുള്ള സത്യയുഗത്തിൽ എന്തെല്ലാം പദവികളുണ്ടോ ആ എല്ലാവരും അംഗീകരിക്കുന്ന അംഗീകാരത്തിന്റെ പദവി കൊടുക്കണം. എല്ലാവരും ആ ദേവീ ദേവതകളുടെ അനുഗ്രഹം തേടാൻ വരും. അങ്ങനെയുള്ള ലോകം താഴെ സൃഷ്ടിക്കണം എന്ന് വിഷ്ണു മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അത് നാരായണന്റെ ലോകം, ഒരു വൈകുണ്ഠം സ്ഥാപിക്കണം എന്ന് തന്നെ അർത്ഥം. അങ്ങനെ
ഈ ലോകത്തിൽ എല്ലായിടത്തും സഞ്ചരിക്കുവാൻ കഴിവുള്ള ആ നാരദൻ അല്ലെ, അലഞ്ഞു തിരിയുന്ന സമയത്ത് ലോകം മുഴുവൻ കറങ്ങി കിടക്കുകയല്ലേ. എവിടെയെല്ലാം തനിക്ക് പോകണം അവിടെയെല്ലാം പോകും. ഇത്തവണ ചെറിയൊരു മാറ്റം വന്നു. വൈകുണ്ഠത്തിൽ നിന്ന് നേരെ വന്നത് ഭൂമിയിലേക്കാണ്. അവിടെ പ്രവേശിച്ചപ്പോൾ ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ലോകം, ഒരു രാജ്യം അവിടെ കാണുന്നു. ശരിയല്ലേ? ഈ സംഗമികം കഴിഞ്ഞ് നമ്മൾ സത്യത്തിൽ വരുമ്പോൾ എന്തായിരിക്കും? ഇതുവരെ കാണാത്തൊരു ലോകം, ഒരു പുതിയ ലോകമാണ് അവിടെ കണ്ടത്. ഇത്രയും നാൾ ഞാൻ എവിടെയെല്ലാം ചുറ്റിക്കറങ്ങി, ഭക്തിമാർഗത്തിൽ എവിടെയെല്ലാം പോയി, ഏതെല്ലാം സ്ഥലങ്ങൾ കണ്ടു, അതിൽ നിന്ന് തിരിച്ചും വ്യത്യസ്തമായ വണ്ടർ ഓഫ് ദ വേൾഡ്, 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് അല്ല, വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് എത്തുകയാണ്. അത് ഭാവി അങ്ങ് ലോകത്ത് പോകുന്ന കാര്യമാണ് ഇവിടെ എത്തിയതായിട്ട് കാണിച്ചിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലണമെന്നും ആ ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ യോഗ്യത വേണമെന്നുമല്ലേ കഥയിൽ പറയുന്നു. അതിനർത്ഥം ഇപ്പോൾ നമ്മൾ യോഗികളായണം, യോഗം ചെയ്ത് യോഗ്യനാകണം. ലായക് ബെന്നാഹേ, യോഗ്യനാകണം. എന്നിട്ട് വേണം സത്യത്തിലേക്ക് പോകാൻ. അതിന് ചില സംസ്കാരങ്ങളെയൊക്കെ മാറ്റേണ്ടതുണ്ട്, സംസ്കാര പരിവർത്തനം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു സാക്ഷാത്കാരം കാണിച്ചില്ലേ യജ്ഞ തുടക്കത്തിൽ ഈ പൃഥ്വിയിൽ വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച്? അതുപോലെ ഒരു രംഗമാണ് നാരദര് കണ്ടത്. ഇതുവരെ താൻ സന്ദർശിച്ചിട്ടില്ലാത്തൊരു ദേശം, പ്രശസ്തമായ ആര്യ രാജ്യങ്ങൾ. ആര്യ രാജ്യം പറയും ദേവരുടെ പേരല്ലേ ആര്യന്മാർ, ദാര്യന്മാർ, നാരായണന്മാർ, അറിവുള്ളവർ. അങ്ങനെ പ്രശസ്തമായ ആര്യ രാജ്യങ്ങളുടെ ഏത് തലസ്ഥാനത്തോടും പൊരുത്തപ്പെടാൻ പര്യാപ്തമായൊരു നഗരം. വളരെ കൗരവത്തോടെ അദ്ദേഹം അത്ഭുതത്തോടെ ചുറ്റും നോക്കുകയാണ്. ഇത് എന്താണ് ഞാൻ ഈ കാണുന്നത്? അപ്പൊ ഞാനിപ്പോൾ എവിടെ നിൽക്കുകയാണ്? ഇത് ഏത് രാജ്യമാണ്? ഇവിടെ ആരാണ് രാജ്യം ഭരിക്കുന്ന രാജാവ്? ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ. അറിയാനുള്ള ആഗ്രഹം നാരദന്റെ മനസ്സിലുദിച്ചു. അങ്ങനെ അവരെന്തെങ്കിലും ഈ രാജ്യത്തെ കണ്ടു കഴിയുമ്പോൾ, ഇവിടുത്തെ രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമല്ലോ. അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ആളുകളുണ്ടോ നോക്കി നടക്കുക. ഇവിടെ വിജനമായ സ്ഥലമാണ്. ആരെങ്കിലും കണ്ടാൽ ചോദിക്കാം, ഇത് ഏത് രാജ്യമാണ്, ഇത് രാജാവ് ആരാണ്, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കണമെങ്കിൽ ആരെങ്കിലും കാണണ്ടേ. അങ്ങനെ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ തിരക്കേറിയ ഒരു തെരുവിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ച് വിവരങ്ങൾ കിട്ടി. ശീലാനിധിയുടെ രാജ്യമാണിതെന്നും മനസ്സിലായി. ശീലാനിധി, ശീലങ്ങൾ നിധികളായിട്ടുള്ളവർ. ഏത് ശീലങ്ങളാണ്? നല്ല ശീലങ്ങൾ, അത് സംസ്കാരങ്ങൾ, ദൈവികമായ സംസ്കാരങ്ങളാകുന്ന നിധി നിറഞ്ഞ ലോകം. തന്നെ ശീലാനിധിയുടെ രാജ്യമാണിതെന്ന് നാരദന് മനസ്സിലായി. അങ്ങനെ വഴിയിൽ നിന്നും ധാരാളം ആളുകൾ കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം കേട്ടപ്പോൾ ആ രാജാവ്, ശീലാനിധിയുടെ രാജ്യം, അപ്പൊ രാജാവിനൊരു മകളുണ്ടെന്നും ആ മകളുടെ അവിടെ പാട്ടും മേളമൊക്കെ കേൾക്കുന്നു. എന്തായി പാട്ട്? അപ്പൊ പറഞ്ഞു രാജാവിൻ്റെ മകളുണ്ട്, ആ മകളുടെ വിവാഹം അടുത്ത് വരികയാണ്, അതിൻ്റെ ആഘോഷമാണ് ഈ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ നാട്ടിലെ രാജാവിനെ കാണണമല്ലോ. വെറുതെ വന്നിട്ട് പോകുന്നത് മോശമല്ലേ? ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ ഇവിടുത്തെ രാജാവിനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവസരം പാഴാക്കാതെ രാജാവിനെ കാണാൻ തന്നെ നാരദൻ തീരുമാനിച്ചു. അങ്ങനെ ആ രാജകൊട്ടാരം എവിടെയാണെന്ന് അന്വേഷിച്ചു. അതിനും ശരിക്കുള്ള ഉത്തരം കിട്ടി. നാരദൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ശീലാനിധി രാജാവ് മഹർഷിയെ വളരെ ബഹുമാനത്തോടെ തന്നെ ആരാധനയോടുകൂടി തന്നെ സ്വീകരിച്ചു. അപ്പൊ ശീലാനിധി രാജാവിൻ്റെ പേരാണ്. അർത്ഥം ആരാണ്? നാരായണനാണ് രാജാവ്. ശ്രേഷ്ഠമായ സംസ്കാരങ്ങളുടെ നിധി കലവറയായിരിക്കുന്ന ആത്മരാജൻ തൻ്റെ തപസി സ്വരൂപത്തെ ബഹുമാനത്തോടെയും ആരാധനയോടെയും സ്വീകരിച്ചു. കാരണം സംഗമികത്തിലെ യോഗിയാണല്ലോ സത്യയുഗത്തിലെ രാജാവ്. അപ്പം രാജാവ് എന്ത് ചെയ്യും? മുനിയുടെ പാദം, നമ്മുടെ സിസ്റ്റമാണ് പാദപൂജ ചെയ്യുക, പാദം കഴുകുക. അപ്പം
അപ്പോൾ ആ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ശീലാനിധി രാജാവ് മഹർഷിയുടെ പാദങ്ങൾ കഴുകി അദ്ദേഹം ലഘുഭക്ഷണങ്ങൾ കൊടുത്തു. അപ്പം മുനിമാരിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ, എന്നാൽ എല്ലാവരെയും ആകർഷിക്കാൻ കഴിവുള്ള കാമദേവനായ നാരദൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്നാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയും പറയാം, കാമദേവനെ ജയിച്ചവനുമായ നാരദന് എൻ്റെ ഈ എളിയ രാജ്യം സന്ദർശിക്കാൻ വന്നല്ലോ, എൻ്റെ കൊച്ചു രാജ്യത്തേക്ക് എത്തിയല്ലോ, അതുതന്നെ എൻ്റെ ഈ രാജഭരണത്തിന് ഏറ്റവും നല്ല ബഹുമതിയാണ്, വേറൊന്നും വേണ്ട. എൻ്റെ മകൾക്ക് അനുയോജ്യനായൊരു വരനെ കിട്ടാൻ മഹർഷിയോട് പറഞ്ഞാലോ, മഹർഷിയുടെ സങ്കല്പങ്ങൾ അനുഗ്രഹം കിട്ടിയാൽ. പിന്നെ ഇങ്ങനെ ചിന്തിച്ചു, ഈ ദേവർഷി തന്നെ തൻ്റെ മകളെ സ്വീകരിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ബഹുമതിയായിരിക്കും അത് എന്ന് രാജാവ് വിചാരിച്ചു. അതുപോലെ ആതിഥ്യ മര്യാദ കാണിക്കുകയാണ് ശീലാനിധി. കാരണം യോഗിയാണ് യോഗ്യനാകേണ്ടത്, യോഗ്യനാണ് ഗുണത്തെ സ്വീകരിക്കേണ്ടത്, ഡിവിനിറ്റിയെ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഈ മഹർഷി തന്നെ തൻ്റെ മകളെ സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, എന്നോട് ദയവ് തോന്നിയിട്ട് എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ മകളെ സ്വീകരിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. പെട്ടെന്ന് രാജാവ് തൻ്റെ മകളെ അവിടേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശീലാനിധിയായ രാജാവിൻ്റെ മകളുടെ പേരാണ് ശ്രീമതി. മതി എന്നാൽ ബുദ്ധി, ശ്രീ മീൻസ് എലിവേറ്റഡ്, ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പൊ സ്ത്രീ ലക്ഷ്മിയാകണമെങ്കിൽ ആദ്യം ശ്രീമതിയാകണം. കാരണം തെറ്റേത്, ശരിയേത്, നല്ലതേത്, ചിന്ത ഏതെന്ന് തെറ്റെന്നുള്ള കാര്യങ്ങളെ വകതിരിച്ച് കാണാനുള്ള എലിവേറ്റഡ് ഇൻ്റലക്റ്റ്, അത് ഇൻ്റലക്ച്വൽ ലെവൽ, അതാണ് ശ്രീമതി. ഇപ്പൊ നാരദൻ ഇന്ന് വരെ എത്രയോ ലോകങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ദേവലോകത്ത് പോയിട്ടുണ്ട്, അവിടുത്തെ സുന്ദരിമായ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അസുരലോകത്ത് പോയിട്ടുണ്ട്, അവിടുത്തെ സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. 14 ലോകത്തും ചുറ്റി സഞ്ചരിക്കുന്ന നാരദനെ കാണാത്ത പെണ്ണുങ്ങളില്ല. അറിയാത്ത സ്ത്രീകൾ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? നാരദരെ കാണാനും വണങ്ങാനും അനുഗ്രഹം വാങ്ങാനും വരുന്നത് കൊണ്ട് ഏതൊക്കെ രാജ്യത്ത് ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. എല്ലാവരെയും അറിയാം, ആണിനെയും പെണ്ണിനെയും കൊച്ചു കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും അസുരനെയും ദേവനെയും എല്ലാവർക്കും ഫെമിലിയറാണ് നാരദൻ. പക്ഷെ ഇത്രേ വരെ ഞാൻ ലോകത്തെങ്ങും കാണാത്ത ഒരു സൗന്ദര്യമാണല്ലോ ഈ ശ്രീമതിക്ക്, എത്ര സുന്ദരിയായിരിക്കുന്നു. അപ്പോൾ നാരദന്റെ യോഗിയാണ്, സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. എന്നിട്ടും ഈ ശ്രീമതിയെ കണ്ടപ്പോൾ, അവരുടെ സൗന്ദര്യം കണ്ടപ്പോൾ ചിന്തിക്കാതിരിക്കാൻ നാരദന് പുനക്ക് കാമദേവനെ ജയിച്ചിരുന്ന ആളാ. ഒരു കാമദേവനെ ജയിച്ചുവെന്ന് സ്വയം അഹങ്കരിക്കുന്നു. ആ ആൾക്ക് ഇപ്പൊ സംഭവിക്കുന്ന മാറ്റം എന്താണ്? ആ സുന്ദരിയായ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഋഷിക്ക് കഴിഞ്ഞില്ല. ചിന്തിച്ച് മനസ്സിലോട്ട് അങ്ങനെ വരികയാണ് അവരുടെ രൂപം, മനസ്സ്. ഉടൻ തന്നെ തൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു ആഗ്രഹം, ഈ ശ്രീമതിയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ. ഭാവപ്രലേ, നിങ്ങൾ ലക്ഷ്മിയെ വരിക്കണം സത്യയുഗത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ നാരായണനെ വരിക്കണം. അപ്പോൾ ഓരോ യോഗിയുടെ ലക്ഷ്യം ഇതാണ്, ലക്ഷ്മിയെ വരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നാരദനാകുന്ന ഋഷിക്ക് ശ്രീമതിയെ വിവാഹം കഴിക്കണമെന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം. അപ്പൊ ആഗ്രഹത്തിന്റെ തീജ്വാലകൾ അദ്ദേഹത്തിന് മനസ്സിൽ ആളിപ്പടരുകയാണ്. അത് തൻ്റെ ഹൃദയത്തെ കത്തിക്കുകയാണ്, ഹൃദയം നീറുകയാണ് ആ തീയില്. ആഗ്രഹം പെട്ടെന്ന് അങ്ങനെ മനസ്സ് കൺട്രോളിൽ നിന്ന് പോകരുതുവല്ലോ. ഞാൻ കാമദേവനെ ജയിച്ച ആളാണ്, അതുകൊണ്ട് മനസ്സിലങ്ങനെ ചിന്ത വന്നാലും അത് കൂടുതൽ ആളിക്കത്താതെ അത് പുറത്ത് പ്രത്യക്ഷമാകാൻ പാടില്ല. കണ്ണുകളിലോ മുഖത്തിലോ വരാനേ പാടില്ല. അവരെന്ത് വിചാരിക്കുന്ന ആളതിനെ കുറിച്ച്? ആ പെണ്ണ് നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എളിയത്ര ശരിയല്ലോ എന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ബാബ പറയും, മനസ്സിൽ വന്നോട്ടെ, ഇന്ദ്രിയത്തിൽ വരരുത്. അപ്പൊ തൻ്റെ പുറത്ത് അത് വരാതിരിക്കാൻ വേണ്ടി നാരദൻ നല്ല നിശ്ചയദാർഢ്യത്തോടെ ഇങ്ങനെ ഞാനാണ് പല സിനിമയിൽ പറയുന്ന പോലെ ആഞ്ജനേയ ശക്തി നൽകണേ എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങ് ഏകാഗ്രതയും
ദൃഢനിശ്ചയത്തിൻ്റെയും ഒരു ക്ഷണം അദ്ദേഹത്തിന് വേണ്ടി വന്നു. കാര്യം മനസ്സ് കൈവിട്ടു പോകുമോ എന്നൊരു ഭയമുണ്ടായി. ശീലാനിധിയായ രാജാവിനോട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഈ പെൺകുട്ടി ഹരിദേവന്റെ ഭാര്യയായ ശ്രീദേവിയാണ്. കാര്യം ഈ പെൺകുട്ടി നിസ്സാരക്കാരിയൊന്നുമല്ല, ഹരിദേവന്റെ ഭാര്യയായ ശ്രീദേവിയാണ്. അല്ലെങ്കിൽ ഹരിദേവന്റെ ഭാര്യയാകേണ്ടവളാണ്. സാധാരണ രാജാവിന്റെ ഭാര്യയാകേണ്ടവളല്ല ഇവൾ, ഹരിദേവന്റെ ഭാര്യയാകേണ്ടതാണ്. ഇത് കേട്ടപ്പോ അതുകൊണ്ട് നിങ്ങൾ ഇവക്ക് പേരിട്ടല്ലോ ശ്രീമതി എന്ന്. ശ്രീമതി എന്ന പേര് ശരിക്കും ഈ സ്ത്രീയെ സംബന്ധിച്ചോളം അർത്ഥവത്താണ്. ആ പേര് വളരെ കറക്റ്റാണ്. ഈ പെൺകുട്ടിക്ക് അത് വളരെ യോജിച്ചതാണ്. ഇത് കേട്ട് ശ്രീമതിയും സന്തോഷിച്ചു, ശീലാനിധി രാജാവ് സന്തോഷിച്ചു. അപ്പൊ ശീലാനിധി ഉടനെ നാരദ മഹർഷിയോട് പറഞ്ഞു, അഭ്യർത്ഥിച്ചു, ഇനി സ്വയംവരം നടക്കുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ കല്യാണത്തിൽ അല്ലെങ്കിൽ ഈ സ്വയംവരത്തിൽ അങ്ങ് കൂടി ഒന്ന് ഇവിടുന്ന് പങ്കെടുക്കണം. വേറെ ആരും അറിയണ്ട, അങ്ങയുടെ സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഈ കല്യാണം അതിഗംഭീരമാകും. എൻ്റെ മകളെ അനുഗ്രഹിക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ നിന്നെ പോകാൻ പറയല്ലേ എന്നുള്ള ആ ശ്രീമതിയെ കാണണമല്ലോ. ആ ആഗ്രഹം മനസ്സിൽ വന്നുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് ഗുപ്തരൂപത്തിൽ ഒരു ആഗ്രഹം ഡെവലപ്പ് ചെയ്തിരുന്നു. കേൾക്കേണ്ട താമസം അല്ലേ, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ താൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ശീലാനിധി പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. പിന്നെ കല്യാണ ദിവസം വന്നാൽ മതിയല്ലോ, വരാം, എത്തിക്കോളാം എന്ന് പറഞ്ഞു. ക്ഷണം കിട്ടി. ഇനി കല്യാണത്തിന് തെറ്റൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ അദ്ദേഹം രാജാവിനോടും ശ്രീമതിയോടും ഒക്കെ യാത്ര പറഞ്ഞ് വീണ്ടും അവിടെയെല്ലാം ചുറ്റി നടന്നെല്ലാം കാണുകയാണ്. ആ കൊട്ടാരം മുഴുവനും തെരുവുകളെല്ലാം നടന്ന് രാജ്യം മുഴുവനും കാണുക. ഇതൊക്കെ കാണുമ്പോഴും നാരദന്റെ മനസ്സിൽ ചിന്ത എന്താണോ, ശ്രീമതി ശ്രീമതി ശ്രീമതി. നാരദന് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അത്രയ്ക്കധികം അത് മനസ്സിലങ്ങ് ഉറച്ചുപോയി ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ശ്രീമതിയുടെ രൂപം. അപ്പോൾ ലക്ഷ്മി തന്നെ ആണ്. ഈ ശ്രീമതിയെ താരതമ്യപ്പെടുത്തുവാൻ ലോകത്തൊരു പെണ്ണുണ്ടെങ്കിൽ അത് തൻ്റെ ഹരിദേവന്റെ ധർമ്മഭക്തിയായ ശ്രീലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മിയോട് അല്ലാതെ മറ്റാരോടും ശീലാനിധിയെ ഉപമിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ശീലാനിധിക്ക് ഹരിദേവനെ പോലെ പുരുഷനെ മാത്രമേ അവൾ തിരഞ്ഞെടുക്കാവുള്ളൂ. വേറെ സാധാരണ രാജ്യത്തെ രാജാവിനെയൊന്നും അവൾ കഴുത്തെ മാലയിടല്ലേ, സ്വയംവരമല്ലേ. ഉണ്ടാക്കുക ആ ബുദ്ധി തോന്നരുതേ ആരുടെയും തലയെ കൊണ്ട് മാലയിടാൻ. ഹരിദേവന്റെ തന്നെ കഴുത്തിലേ ഇവക്ക് മാലയിടാൻ തോന്നാൻ പാടുള്ളൂ. കാരണം ഇവൾ എന്തുകൊണ്ടും ഹരിദേവിന് മാത്രം യോജിച്ചവളാണ്, അല്ലാത്തവരുടെ ഇവിടെ ഒരു മാച്ചുമല്ല. അപ്പൊ ഹരിദേവന് ഈ എൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം കൂടി ശീലാനിധി പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ആലോചിച്ചു നാരദൻ. അപ്പോൾ എന്തുകൊണ്ടും ശീലാനിധിന്റെ മകളായ ശ്രീമതിക്ക് ഏറ്റവും യോജിച്ച ഒരു വരൻ, ആ വരൻ ഉണ്ടായിരിക്കേണ്ട വിശേഷതകൾ കൂടുതലും എനിക്കല്ലേ. ഞാൻ കാമദേവനെ ജയിച്ച ആളല്ലേ, ഞാൻ ത്രികാലജ്ഞാനിയും ത്രിലോക സഞ്ചാരിയുമല്ലേ, ഞാൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനല്ലേ. ഈ യോഗ്യത ആർക്കുണ്ട്? അതുകൊണ്ട് മറ്റാരേക്കാൾ കൂടുതലും ശ്രീലക്ഷ്മിയെ ഭരിക്കാനുള്ള യോഗ്യത, ഗുണങ്ങൾ കൂടുതൽ എനിക്കാണെന്ന് അദ്ദേഹം സ്വയം ന്യായീകരിച്ചു. കാരണം ശിവൻ എന്നോട് അസൂയ, വിഷ്ണുവിനും എന്നോട് അസൂയ വന്നു, രണ്ടുപേരും എന്നെ നിരസിക്കുകയാണ് തിരസ്കരിച്ചു. അപ്പൊ അവർക്ക് പോലും അസൂയുണ്ട് എന്നോട്. അപ്പൊ ഞാൻ ആരാ? അവരെക്കാൾ വലിയ ആളായിട്ടല്ലേ. അതുകൊണ്ട് എനിക്കൊരു ഉയർന്നമായ വ്യക്തിത്വമുണ്ട്, അതുകൊണ്ട് ഞാനും എന്തിനു പിന്മാറണം എന്ന് നാരദൻ ചിന്തിച്ചു. പക്ഷെ ഒരു കുഴപ്പം,
എൻ്റെ രൂപം എന്താണ്? ഒരു സന്യാസി വേഷമാണ്. ഈ സന്യാസി വേഷത്തിൽ നിൽക്കുന്ന ഒരു പുരുഷന്റെ കഴുത്തെ കൊണ്ട് ഏതെങ്കിലും പെണ്ണ് മാല ഇടുവോ? പറ, മാല ഇടുവോ? ഇല്ല. അപ്പം നമ്മുടെ നാരദന് തോന്നി തൻ്റെ രൂപം അത്ര പോരാ. അതുകൊണ്ട് ശീലാനിധിയുടെ മകളായ ശ്രീമതി വിവാഹം കഴിക്കുന്നത് ഹരിദേവനെ ആയിരിക്കണമെന്നല്ലേ പറഞ്ഞപ്പോ ഹരിയെ പോലെ ഒരു മുഖം എനിക്കും വേണം. ഇപ്പൊ ഞാൻ മനുഷ്യരൂപത്തിലാണ്. അതാണ് നരൻ നാരായണനാകണം. അപ്പൊ നമ്മുടെ രൂപഭാവങ്ങൾ മാറണം. മനുഷ്യന്റെ ഫേസ് മാറി വിഷ്ണുവിന്റെ ഫേസ് വരണം. അതാണ് എനിക്കിപ്പോൾ മനുഷ്യന്റെ രൂപമാണ്. അപ്പൊ മനുഷ്യരൂപത്തിരിക്കുന്ന എന്നെ എങ്ങനെ ലക്ഷ്മി വരിക്കുക? അതുകൊണ്ട് എനിക്ക് നാരായണ രൂപത്തിലേക്ക് വരണം. നാരായണന്റെ കഴുത്തിലെ ലക്ഷ്മി മാല ഇടുള്ളൂ. അതുകൊണ്ട് എനിക്കും ഹരിയെ പോലൊരു മുഖം വേണം എന്ന് നാരദൻ തീരുമാനിച്ചു. എവിടെ പോയി ചോദിക്കും? അത് ഹരിയോട് തന്നെ ചോദിക്കാം. ഭഗവാനെ, കുറച്ചു നേരം അങ്ങയുടെ മുഖം എനിക്ക് തരുമോ? അങ്ങയുടെ രൂപത്തിൽ എന്നെ നാക്കിത്തരാൻ പറ്റുമോ? മൊത്തം മാറ്റണ്ട, മുഖം മാത്രം മാറ്റി തന്നാൽ മതി. നമ്മൾ ഗ്ലാമർ നോക്കണം, കണ്ണാടി നോക്കണം, കൈയും കാലും നോക്കും ആരെങ്കിലും. നമ്മളിപ്പം കണ്ണടക്കും തലയില്ല, കഴുത്ത് വരെയല്ലേ നോക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് താഴെ എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ആര് കാണാനാ? വിട്ട് മറച്ച് വെക്കും. 10 പേര് കാണുന്ന മോന്തയല്ലേ, മുഖമല്ലേ. അതുകൊണ്ട് അതെപ്പോഴും നന്നാക്കി വെക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഹരിയെ പോലൊരു മനുഷ്യന് ഒരു മുഖം വേണം. ആ മുഖം നേരിട്ട് ഹരിയോട് തന്നെ ചോദിക്കുക. അവിടെ ചെന്ന് ചോദിക്കാം, ഹരിയോട് ചോദിക്കാം തരുമോ എന്ന്. അങ്ങനെ ഹരിയിൽ നിന്നും ഹരിയുടെ മുഖം ചോദിക്കാൻ ആർക്ക് പറ്റും? അതും എനിക്കല്ലേ പറ്റൂ. കാരണം എവിടെയും കയറി ചെല്ലാൻ അത്ര സ്വാതന്ത്ര്യം എനിക്കല്ലാതെ ലോകത്ത് വേറെ ആർക്കുണ്ട്? ഉണ്ട്, ഞാൻ തന്നെ അവിടെ പോകും. അങ്ങനെ തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ മുഴുവൻ സമർപ്പണം ചെയ്ത് ആർക്ക് വേണ്ടിയാ? നാരായണന് വേണ്ടിയാണ്. ഇത്രയും കാലം ഞാൻ ജീവിച്ചത്, ഇനിയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് വിഷ്ണുവിനോട് ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു. പെട്ടെന്ന് തന്നെ വിഷ്ണു അവിടെ പ്രത്യക്ഷനായി. പ്രിയ നാരദ, നീ എന്നോട് എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? പറയൂ. സാധാരണഗതി നീ എന്നെ കാണാൻ വൈകുണ്ഠത്തിലാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ നീ വൈകുണ്ഠത്തിൽ വരാതെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? സത്യുഗത്തിൽ ചെന്നിട്ടല്ല നമ്മൾ നാരായണാകേണ്ടത്. സംഗമികത്തിൽ ഇരുന്ന് തന്നെ നമ്മൾ നമ്മുടെ ദേവതാ സ്വരൂപത്തെ ആഹ്വാനം ചെയ്യണം. ഇവിടെ വെച്ച് ദൈവികമായ ഗുണങ്ങളെ ധാരണ ചെയ്തെങ്കിലേ സത്യത്തിൽ രാജ്യപദവി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണ നീ അവിടെ വന്ന് എന്നെ കാണുകയാണല്ലോ പതിവ്. പക്ഷെ ഇപ്പോൾ എന്ത് പറ്റി? നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന്റെ പിന്നെ കാരണം എന്താ? അവിടം വരെ വരാൻ പോലും നിനക്ക് സമയമില്ല. നീ എന്തോ ബിസിയാണെന്ന് തോന്നുമല്ലോ. സമയം പോവുകയല്ലേ, കല്യാണം നടക്കാൻ പോവുകയാണ്. പിന്നെ വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവിനെ കണ്ടിട്ടൊക്കെ വരും. പാടിച്ച ഉറക്കത്തിലാണ് വിളിച്ചോണത്തൊക്കെ വേണ്ടേ, ടൈം പോകും. അതായത് സ്വയംവരത്തിന്റെ മുഹൂർത്തം തെറ്റും. റാണി ആടയിൽ കിടത്തിക്കൊണ്ട് മാല ഇട്ടിട്ട് അങ്ങ് പോകും. അങ്ങനെ ലോട്ടറി ആർക്കടിക്കും. അതുകൊണ്ട് എന്നെ വന്ന് കാണുന്ന നീ എന്താണ് എന്നെ ഇന്ന് വിളിച്ചു വരുത്തിയത്? അപ്പൊ എന്തോ നിന്റെ മനസ്സിൽ ആഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീ അങ്ങോട്ട് വരാൻ പോലും നിനക്ക് തിടുക്കം കാണിക്കുന്നു. വരാൻ നിനക്ക് സാധിക്കുന്നില്ല. പകരം എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു. എന്താ നിന്റെ ആഗ്രഹം? അപ്പൊ കുറച്ച് ഒരു അഹങ്കാരം, ഒരു പുതിയതായി ഉണ്ടായ അഹങ്കാരം ഏതാണ്? ഞാൻ വലിയ യോഗിയാണ്, കാമദേവനെ ജയിച്ചവനാണ് എന്നുള്ളൊരു അഹങ്കാരം കുറച്ചെങ്കിൽ ഉള്ളിലുണ്ട്. എന്നിട്ടും നാരദൻ തൻ്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കാൻ കഴിവുള്ള വിഷ്ണുവിനോട് പറഞ്ഞു, ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ തന്നെ വിഷ്ണു പ്രത്യക്ഷനായില്ല. അപ്പൊ എൻ്റെ വിളി കേട്ട ഭഗവാൻ ഓടിയെത്തിയല്ലോ. എന്തത്ഭുതമാണിത്! അപ്പൊ വിഷ്ണുവിനോടുള്ള ഭക്തിയും ശ്രീമതിയോടുള്ള ആഗ്രഹവും, ആഗ്രഹം, ഒരാളോട് ഭക്തി, വിഷ്ണുവിനോട് ഭക്തിയും ശ്രീമതിയോട് ആഗ്രഹവും, ഇത് രണ്ടും കൂടെ ചേർന്ന്, ഒരു വശത്ത് ഭക്തി മറുവശത്ത് ആഗ്രഹം, രണ്ടും കൂടെ ചേർന്നപ്പോൾ എന്തു പറ്റി? അതാണ് അദ്ദേഹത്തിനെ ആ പാടുന്ന അവിടെ നിന്നുകൊണ്ട് നാരായണ മന്ത്രം ചൊല്ലി നാരായണനെ വിളിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടിൽ സന്തരീയനായിട്ട് വിഷ്ണു പ്രത്യക്ഷമായി. അപ്പൊ ഇതിലെ കാരണം എന്താണ്? കാമ്യഭക്തി, മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് ഭഗവാനെ വിളിക്കുക. അത്യുത്കടമായിട്ടുള്ള ആഗ്രഹം ശ്രീമതിയോട്.
അത്ര തന്നെ വിഷ്ണുവിനോട് ഭക്തിയും. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി? അവിടെ നാരദന് വിഷ്ണുവിനെ ആഹ്വാനം ചെയ്യാനും വിഷ്ണുവിനെ പ്രകീർത്തിക്കുവാനും സാധിച്ചു. അതുകൊണ്ട് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഉയർന്ന ഭാഷയിലുള്ള ചില ഗംഭീരമായ വരികളുണ്ട്. ആ വരികളിൽ അദ്ദേഹം പാട്ടുപോലെ ആ ശ്ലോകം ചൊല്ലിയപ്പോൾ നാരദൻ വിഷ്ണുവിനോട് പറഞ്ഞൊരു വിഷയം ഹരിയെ പോലൊരു മുഖം തരണേ എന്നാണ്. ഹരിയെ പോലൊരു മുഖം തരണേ. ഇത് കേൾക്കേണ്ട താമസം ഉടൻ തന്നെ വിഷ്ണു പറഞ്ഞു, തഥാസ്തു, അങ്ങനെ തന്നെ നടക്കട്ടെ, സംഭവിക്കട്ടെ, നീ എന്താഗ്രഹിച്ചോ അതുപോലെ നടക്കട്ടെ. ശ്രീമതിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളം രാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ വന്നു. നാരദനോ വളരെ അതിര് കവിഞ്ഞ ആത്മവിശ്വാസത്തോടെ തൻ്റെ സാധാരണ തപസ് പോലെയുള്ള വസ്ത്രം, ശരീരം തപസ്സിൻ്റെ തന്നെയാണ്, വസ്ത്രം കാവ്യവസ്ത്രം തന്നെയാണ്, അതൊക്കെ അങ്ങനെ അതും വീണയെല്ലാം വഹിച്ചുകൊണ്ട് ഹാളിലോട്ട് അങ്ങ് നടക്കുക. എല്ലാവരും ഗമ്മയിൽ അങ്ങ് ആന വരുന്ന പോലെ, എന്താണ് ആനച്ചന്തത്തിൽ വരില്ലേ, അനങ്ങി വരുന്നത് പോലെ നടന്നങ്ങ് പോവുക ഹാളിലേക്ക്. എന്നാലും ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, ഞാനിപ്പോൾ ഹരിയായില്ലേ, കാമത്തെ ജയിച്ചവനല്ലേ, എനിക്ക് എന്തുണ്ട്, എനിക്ക് എൻ്റെ അത്രയും യോഗ്യത ഈ നിൽക്കുന്ന ആർക്കുണ്ടെന്നാണ്. അതുകൊണ്ട് അവരെയൊക്കെ ഒരു ഇൻഫീരിയർ ആയിട്ട് കണക്കാക്കിക്കൊണ്ട് താൻ വലിയ സുപ്പീരിയർ ആണ്. എനിക്ക് അഹങ്കാരം കണ്ട, അതാണ് ജ്ഞാനമാർഗത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത്. ജ്ഞാനിയായി കഴിയുമ്പോൾ ഒരു അഹങ്കാരം വരും, ഞാൻ ജ്ഞാനിയാണെന്നുള്ള അഹങ്കാരം. അപ്പോൾ മറ്റുള്ള കാണുമ്പോൾ ഒരു പുച്ഛം, ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ എന്നോർത്ത് പുച്ഛം വരും. അതേ ഭാവത്തിൽ നാരദൻ ആത്മവിശ്വാസത്തോടെ തൻ്റെ സാധാരണ തപസി വസ്ത്രവും ധരിച്ച് വീണയും കയ്യിൽ വെച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. അപ്പോൾ അവിടെ നിന്ന റാണിയെ വിവാഹം കഴിക്കുന്ന ആഗ്രഹത്തോടുകൂടി വന്ന രാജാക്കന്മാരെല്ലാം ഈ വളരെ കരുണയോടുകൂടി പാവം എന്ത് പറ്റി, തലയ്ക്ക് വട്ടാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഒരു അനുകമ്പയോടുകൂടി എല്ലാവരും നാരദനെ നോക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നാരദൻ വെച്ചോ, എൻ്റെ വിഷ്ണു രൂപത്തിലുള്ള മുഖം കണ്ടിട്ട്, ഹരിദേവൻ്റേതുപോലുള്ള മുഖം കണ്ടിട്ട്, ശ്യാമസുന്ദരനായ ഭഗവാന്റെ മുഖഭാവത്തെ തുല്യമായ മുഖം കണ്ടിട്ട് എല്ലാവരും എന്നെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ഈ അവസരം എല്ലാവർക്കും കിട്ടില്ലേ, എപ്പോഴും കിട്ടില്ലേ, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മുമ്പിൽ ഷൈൻ ചെയ്യാനുള്ള അവസരമാണല്ലോ വിഷ്ണു എനിക്ക് നൽകിയത് എന്ന് കരുതി അദ്ദേഹം വീണ്ടും ഗമയിൽ മുൻപോട്ട് തന്നെ പോയി. അപ്പോൾ ഒരു വരിയുടെ അവസാനം, ക്യൂവിൽ അവസാനം വന്ന് നിന്നാലും മതി, കുഴപ്പമില്ല. എന്താണ്, ശ്രീമതി ഈ ഒരു ലൈനിലെ അവസാനം നിൽക്കുന്ന ആളായ എൻ്റെ കഴുത്തിൽ മാത്രമേ മാല്യം ചാർത്തു എന്ന് അദ്ദേഹം വിചാരിച്ചു. ബാക്കി അവിടെ നിൽക്കപ്പോൾ അദ്ദേഹം മരിച്ചെന്താണോ, ഇത് ആളുകൾ ഇങ്ങനെ പലതും പറയും, നോക്കടാ എൻ്റെ മോന്ത കണ്ടില്ലേടാ, അതിനെ കണ്ടിടക്കണ്ടാക്കി പലരും പല കമൻ്റൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോഴും മനസ്സിൽ കിടക്കുന്ന വേറെയാണല്ലോ നാരദൻ്റെ. അപ്പം അതിലിങ്ങ് രമിച്ചിരിക്കുന്നത് കൊണ്ടും എനിക്കിത് എന്നെ ഒന്ന് 10 പേർ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം മുന്നോട്ട് തന്നെ നടക്കുക. വേറെ ആരുടെ കഴുത്തിലും മാലയിടില്ല, എൻ്റെ കഴുത്തിൽ തന്നെയേ വർണ്ണമാലയും ചാർത്തുള്ളൂ, ഞാൻ ശ്രീമതിയും കൊണ്ടേ പോകൂ എന്നുള്ള ഭാവത്തിൽ ദിവാസ്വപ്നം, ഇനി തുടർന്ന് അവളോടൊത്തുള്ള ജീവിതം, അതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെ ദിവാസ്വപ്നം കാണുകയാണ്. മനസ്സിൽ പറയാറില്ല നിങ്ങൾ, മനസ്സിൽ ചിന്ത വന്ന് ഇങ്ങനെ ദിവാസ്വപ്നം, വിവാഹം കഴിച്ചാൽ എന്താ ഇപ്പോൾ കുഴപ്പം എന്തുവാ, വിവാഹം കഴിക്കുന്ന ചിന്തകളൊക്കെ വന്നിട്ട് ആ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കില്ലേ, ഇരിക്കില്ലേ, ചുറ്റിക്കറങ്ങില്ലേ. അതേപോലെ ശ്രീമതിക്കൊപ്പമുള്ള ജീവിതമെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ അവിടെ നിന്ന് ആളുകളെല്ലാം നാരദനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അങ്ങനെ സ്വയംവര സമയത്ത് ശ്രീമതി വരണമാല്യം കയ്യിലേന്തിക്കൊണ്ട് സഭയിലേക്ക് വരികയാണ്. ആയിരക്കണക്കിന് കണ്ണുകൾ അവളെ തന്നെ നോക്കിയിട്ടിരുന്നു. ഇപ്പം എൻ്റെ കഴുത്തിൽ ഇപ്പം ഇടും എന്നുള്ള ഉദ്വേഗത്തോടുകൂടി ശ്രീലക്ഷ്മി അല്ലെങ്കിൽ ശ്രീമതി തൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും വിചാരിച്ചു ഇപ്പം എൻ്റെ കഴുത്തിൽ. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നു. കാരണം സംഗമികത്തിലെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ് നാരായണാകണമെന്നാണ്, ശ്രീമതിയെ അല്ലെങ്കിൽ ലക്ഷ്മിയെ വരിക്കണമെന്നുള്ളതാണ്.
ആ ലക്ഷ്മി തന്നെ വരിക്കണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഉണ്ട് എല്ലാ കണ്ണുകളും അവളിലേക്കാണ്. എല്ലാവരും ശ്വാസം പിടിച്ച് ഇപ്പം എൻ്റെ കഴുത്തിലിടും, ഇപ്പം എൻ്റെ കഴുത്തിലിടും. അതൊക്കെ ഒരു ക്രിട്ടിക്കൽ മൂമെൻ്റ് അല്ലേ അത്. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരുന്നു. കാരണം ആ ശ്രീമതിയുടെ സൗന്ദര്യം എല്ലാവരെയും എന്താണ് മോഹിപ്പിച്ചിരുന്നു. എല്ലാവരും ശ്വാസം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്ത് സംഭവിക്കാനാണ് പോകുന്നത്. അത്രയധികം ശ്രീമതിയുടെ സൗന്ദര്യം എല്ലാവരെയും മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ ഒരു പുഷ്പമാലയും വഹിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ശ്രീമതി പതുക്കെ 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 ആ ഹാളിലേക്ക് നടന്നു വന്നു. എന്താ ശ്രീമതി നടന്നു വന്നു ഉണ്ടോ, ഹാളിലെത്തി. അപ്പോൾ ആ ഹാളിൽ രാജാക്കന്മാരുടെ വരികളിൽ അവസാനത്തെ സീറ്റിലാണ് നാരദിരുന്നത്, ലാസ്റ്റ് ആളായിട്ട്. ഞാൻ അപ്പുറത്തെ ഒരാളില്ല, അവസാനത്തായിട്ട് ഇത് വന്നിരിക്കുകയാണ്. കാരണം എനിക്കുള്ളത്ര ക്വാളിറ്റി, എൻ്റെ അത്രയും കഴിവ് ആർക്കുമില്ലാത്തത് കൊണ്ടും അവസാന സീറ്റിലിരുന്നാലും വേറെ ആരെയും ലക്ഷ്മി ശ്രീമതി വരിക്കില്ലെന്നും എൻ്റെ കഴുത്തിൽ മാത്രമേ മാല ഇടുള്ളെന്നും ഉള്ള അഭിമാനം അദ്ദേഹം അങ്ങ് ശരിക്കും എക്സൈറ്റഡ് ആയി. ശ്രീമതി തീർച്ചയായിട്ടും മറ്റുള്ളവരൊക്കെ നിരസിക്കും, എന്നെ മാത്രമേ സ്വീകരിക്കൂ എന്ന് വിചാരിച്ചു. കാരണം എന്താ, ആ സ്വയംവരത്തിൽ പങ്കെടുത്ത എല്ലാവരും വെറും മനുഷ്യനായിരുന്നു. എന്ന് ഞാനാകട്ടെ ഇവർക്കെല്ലാം മുകളിലാണ്. വേദങ്ങൾ അഭ്യസിച്ചു, കലകളിൽ പ്രാവീണ്യമുണ്ട്, എനിക്ക് 14 ലോകത്തിൽ സഞ്ചരിക്കാം, വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവിനെ കാണാം, സത്യലോകത്ത് പോയി ബ്രഹ്മാവിനെ കാണാം, കൈലാസിൽ പോയിട്ട് വിഷ്ണുവിനെ കാണാം, ശങ്കരനെ കാണാം. ഇത് കൂടാതെ അപ്സരസൻ ലോകത്ത് വേണമെങ്കിൽ പോകാം, അസുര രാജ്യത്തിൽ പോകാം, എവിടെ വേണേലും പോകാം. ഞാൻ പരമമായ തപസ്വിയാണ്, കാമത്തെ ജയിച്ചവനാണ്. അപ്പോൾ ഞാനോ ഹരിയെപ്പോലെ സുന്ദരൻ. പക്ഷെ ഒറ്റ വിഷയം ഇത്രയേ ഉള്ളൂ, ലളിതമായ വസ്ത്രം ധാരണം, കയ്യിലൊരു വീണ. ആ വസ്ത്രധാരണ രീതിയും വീണയും കണ്ടപ്പോൾ ശ്രീമതിക്ക് മനസ്സിലായി ഇത് നാരദരാണ്, മഹർഷിയാണ്. അപ്പൊ തൻ്റെ അടുത്തിലേക്ക് ശ്രീമതി വരുമ്പോഴത്തേക്കും ആ നാരദന്റെ അടുത്തെത്തുന്ന സമയത്ത് ശ്രീമതിയുടെ മനസ്സിൽ നാരദനോടൊരു പ്രത്യേകതരം ബഹുമാനം. ആ ബഹുമാനത്തോടെ തന്നെ എന്ത് ചെയ്തു, എപ്പോഴും നാരദ പോകുമ്പോഴെല്ലാം നാരദനെ നോക്കും. നാരദനെ വീണുമായി പോകുമ്പോൾ ബഹുമാനത്തോടെ, നാരദൻ വലിയ മഹർഷിയല്ലേ, ആ ശ്രീമതി എപ്പോഴും നാരദനെ കാണുന്നത് നല്ലൊരു ഉയർന്ന വ്യക്തിത്വത്തിന്റെ ഉടമ. നോക്കൂ പാപരത്തിൽ, നിങ്ങൾ യോഗി തപസ്യ ആത്മാവാകുമ്പോൾ ലോകത്തെ എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. എല്ലാവരുടെ മുഖം നിങ്ങളിലേക്ക് തിരിയപ്പെടും. മത്സരാർത്ഥികളിൽ ഇത്രയും പേർക്ക് മുൻപിലൂടെ ശ്രീമ നടന്നു വന്നു. ഇതേവരേക്കും ആരുടെയും കഴുത്തിൽ മാല വീണിട്ടില്ല. അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അവസാനത്തെ വരിയിലെത്തി. അവിടെ ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും മുൻപിലൂടെ കടന്ന് വന്നു. അവസാനം വന്നപ്പോൾ നാരദൻ വിചാരിച്ചു, ഇനി ഞാനല്ലേ ഉള്ളൂ, ഇപ്പൊ എൻ്റെ കഴുത്തിൽ മാല വീഴും. പക്ഷെ എന്താ ശ്രീമതി വേഗം നടക്കാത്തെ? കാര്യം ധൃതി കൂടി അച്ഛൻ. ആ മനസ്സിലാക്കി എക്സൈറ്റഡ് ആയപ്പോഴത്തേക്കേ അദ്ദേഹം കരുതി, ശ്രീമതിക്ക് സ്പീഡില്ല നടക്കാൻ, എന്താ ഇത്ര പതുക്കെ നടക്കുന്നത്, ഒന്ന് വേഗത്തിലായിരുന്നെങ്കിൽ എന്നങ്ങ് ആക്രാന്തം വരികയാണ് ആർക്ക്, നാരദന്. പണ്ട് ഇങ്ങനെയല്ലല്ലോ ഇവൾ നടക്കുന്നത്, അതിനേക്കാളൊക്കെ ഇപ്പൊ സ്ലോയിലാണല്ലോ, അപ്പൊ എന്ത് പറ്റി നടത്താൻ സ്പീഡ് കുറഞ്ഞത്? അപ്പം തൻ്റെ മുമ്പിൽ വന്ന് ശ്രീമതി തന്നെ നോക്കുന്നതും നോക്കാൻ വേണ്ടി കണ്ണുയർത്തുന്നതും മുഖത്തോട്ട് നോക്കി കീഴോട്ട് നോക്കും, മീൻസ് കണ്ണുകൾ അതിൽ നിന്നും പിൻവലിക്കുന്നതായിട്ടും നാരദന് മനസ്സിലായി. പക്ഷേ തൊട്ടടുത്ത് തൻ്റെ പോലെ തന്നെ മുഖമുള്ള വേറൊരാളും വന്നിരിക്കുന്നു. 2 കുരങ്ങന്മാർ അടുത്തടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ആളാരാ? അപ്പൊ എന്നിൽ നിന്നും കണ്ണുകൾ മാറ്റിയിട്ട് ശ്രീലക്ഷ്മി തൊട്ടടുത്തിരുന്ന കുരങ്ങിന്റെ മുഖമുള്ള ആളിലേക്ക് കണ്ണു പോകുമ്പോൾ എൻ്റെ കഴുത്തിൽ ഇട്ടില്ല, അത് ഞാനങ്ങ് സഹിക്കാം. പക്ഷെ എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന വേറൊരാളെ കഴുത്തിൽ കൊണ്ട് മാലയിട്ട ഞാൻ അങ്ങനെ സഹിക്കും? അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ വിചാരിച്ചതല്ല നടന്നത്.
ഞാൻ ആരെയാണോ കാണാൻ പോയത്, നാരായണനെ, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഈ ഒരു സഭയിൽ ശ്രീമതിയെ വരിക്കുവാൻ വിഷ്ണുവും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവിടെ കണ്ടെന്ന വിഷ്ണു വന്നിരിക്കുന്നത് വിഷ്ണുവിൻ്റെ മുഖത്തിലല്ല, സ്വന്തം മുഖം പോലും മറച്ചു മാറ്റി വെച്ചുകൊണ്ട് ഒരു കുരങ്ങിൻ്റെ മുഖത്തോടു കൂടി തന്നെ ആര് വന്നിരിക്കുകയാണ്? ഇവിടെ വിഷ്ണുവും വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുരാണത്തിൽ പരമാത്മാന് എന്താണ് ഒരു പേരുണ്ട്. കാരണം ഹരിദേവ്, ഹരി. സാധാരണ ഹരിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുക. സംസ്കൃതിൽ ഹരി എന്നാൽ കുരങ്ങെന്ന ഒരു മീനിങ്സ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ എന്നെ മനഃപൂർവ്വം വിഷ്ണു വഞ്ചിക്കുകയായിരുന്നു, എന്നെ കളിയാക്കുകയായിരുന്നു. അപ്പൊ കോപം ഒരു വശത്ത്, വഞ്ചന വേറുവശത്ത്. നാരദന്റെ ക്ഷമ നശിച്ചു, നാരദൻ ഇൻടോളറൻ്റായി, ടോളറേഷൻ പവറൊക്കെ പോയി അല്ലേ, അഷ്ടശക്തികളിൽ ക്ഷമാശക്തി പോയി. അപ്പോൾ തൻ്റെ പിന്നിൽ തന്നെ, തൻ്റെ അടുക്കൽ തന്നെ മറ്റൊരാൾ വന്നിരിക്കുന്നുണ്ടെന്നും അതാരാണെന്നും നാരദന് കൃത്യമായി മനസ്സിലായി. ഇനി മാത്രമല്ല, എൻ്റെ കഴുത്തിൽ മാല ഇടാത്തിടത്തോളം കാലം ഇനി അടുത്ത ആളതല്ലേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാല ചാർത്തുമെന്നും പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെ ആ ആള് ശ്രീമതിയെ അനുഗ്രഹിച്ചു, അതായത് അവളുടെ മാല കഴുത്തിലണിഞ്ഞു. അപ്പോൾ ഈ ശ്രീമതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ ഒരു ഡെമ്മിയാക്കി ചതിച്ചു. എന്നെ ചതിച്ചവന് അവൻ്റെ ദുരിതത്തിൻ്റെ ഉറവിടത്തിലേക്ക് പോകാൻ വേണ്ടി, എന്നെ ഈ ദുരിതത്തിലേക്ക് ആരാ തള്ളിവിട്ടത്? ഇത്രയും പേരെ അവന് പരിഹസിക്കുക, കളിയാക്കുന്നവനാ, എല്ലാവരും എന്നെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. അങ്ങനെ പരിഹാസ കഥാപാത്രമാക്കി തന്നെ ചതിക്കുകയും അതേസമയം ആ ശ്രീമതിയെ സ്വയം സ്വന്തമാക്കുന്നത് തൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ട് വിഷ്ണുവിനെ ശപിക്കണം എന്നൊരു ചിന്ത വന്നു. ചുണ്ടുകൾ ഇങ്ങനെ വരികയാണ്, ചുണ്ട് ധരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം അവിടെ മുഴങ്ങും. ഹേ നാരദ, എവിടെ നിന്നാ ഈ ശബ്ദം? വിഷ്ണുവാണോ എന്നെ വിളിച്ചത്? ശബ്ദം എല്ലായിടത്തും മുഴങ്ങുന്നതായി എക്കോ ചെയ്യുന്നതായിട്ട് അദ്ദേഹം തോന്നി. അങ്ങനെ ചുറ്റുമുള്ള ലോകം എന്താണ് അത് പതുക്കെ പതുക്കെ കണ്ണിന്ന് മറയാൻ തുടങ്ങി. സ്വപ്നം കാണുന്ന പോലെയായി. തൻ്റെ കണ്ണും കാതുമെല്ലാം അടയുന്നു, കണ്ണുകൾ ഇരുട്ട് കയറുന്നു, പിന്നെ ദൃശ്യം അങ്ങ് കാണുന്ന പോലെ ഈ ലോകം. വീണ്ടും ശബ്ദം, നാരദ. കണ്ണു തുറന്നപ്പോൾ എന്താണ്? താൻ എന്താണോ വിചാരിച്ചത്, അനുമാനിച്ചത്, എന്താ അനുമാനമുള്ളവൻ, അതാണ് നാരദനാണ്. കുരങ്ങിൻ്റെ ചുണ്ടുകൾ മുൻപോട്ട്, ഹനുമാൻ എന്ന് പറയത്തില്ലേ, ഹനു നീണ്ടു വരിക, അനുമാനം, ഊഹാപോഹം. താൻ എന്താണോ അനുമാനിച്ചത് ആ അനുമാനം ശരിയാണെന്ന് വരുന്ന രീതിയിൽ ശ്രീമതി കൈവശം വെച്ചിരുന്ന അതേ വരണമാല്യം ചാർത്തിക്കൊണ്ട് വിഷ്ണു അവിടെ നിൽക്കുന്നു. വിഷ്ണുവിൻ്റെ കൂടെ, വിഷ്ണുവിൻ്റെ ചേർന്ന് ശ്രീമതി നിൽക്കുന്നു. അല്പം കൂടി അവളുടെ ആ ഭാഗം കുറച്ച് വ്യത്യസ്തമായി. നേരത്തെ രാജകൊട്ടാരത്തിൽ വെച്ച് കണ്ട ശ്രീമതി അല്ലല്ലോ ഇത്. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടതെന്താണ്? ശ്രീമതി ഒരു മനുഷ്യനെ പോലെയും ഒരു ദേവതയെ പോലെയും കാണപ്പെട്ടു. നോക്കൂ, അർത്ഥം എന്താണ്? ഈ സംഗമയിൽ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യനാണ് നമ്മൾ. ആ നമ്മുടെ ഉള്ളിലേക്ക് ദൈവിക ഗുണത്തെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വശ്യതയൊന്നും ചേഞ്ച് ആകില്ലേ? അപ്പോൾ മനുഷ്യ സ്ത്രീയായിട്ടും കാണപ്പെട്ടു, ദേവതയെ പോലെയും കാണപ്പെട്ടു. അതായത് മനുഷ്യനാണ്, പക്ഷെ എന്തുണ്ട്? ഇപ്പോൾ ദൈവികമായ ഗുണങ്ങളും കാണപ്പെട്ടു അവരിൽ. ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല കണ്ടത്, ദൈവിക ഗുണമുള്ള മനുഷ്യനായിട്ടാണ് ദർശിച്ചത്. മാത്രമല്ല താൻ എന്നും കണ്ടു പരിചയ മുഖം. ശ്രീമതി അവിടെ രാജ്യത്ത് പോയി കണ്ടതല്ല, ഇതങ്ങനെയല്ലല്ലോ. ഈ ആളെ ഞാൻ പണ്ട് എപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, കണ്ട് നല്ല പരിചയം. അപ്പോ നാരദന് മനസ്സിലായി, ഞാൻ ഇത്രയും നേരം കണ്ടത് ശ്രീമതിയല്ല, സാക്ഷാൽ ശ്രീലക്ഷ്മി തന്നെയാണ്. നാരദൻ തിരിച്ചറിഞ്ഞു. ചുറ്റും നോക്കിയപ്പോൾ കണ്ട കാഴ്ച രാജാവും ഇല്ല, പറഞ്ഞ കൊട്ടാരവും ഇല്ല, അവിടെ വന്നിരിക്കുന്ന രാജാവോ രാജകുമാരന്മാരോ ആരുമില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വൈകുണ്ഠത്തിലാണ്. വൈകുണ്ഠത്തിലാണ്. ബാക്കിയെല്ലാം ഒരു മായാലോകത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. ഇവിടെ കണ്ടപ്പം
ശ്രീമതിയുടെ സ്ഥാനത്ത് ശ്രീലക്ഷ്മി അനന്തന്റെ മേൽ ശയിക്കുന്ന, വിശാലമായ വിസ്തൃതിയുള്ള ക്ഷീരസാഗരത്തിൽ ചുരുണ്ടുകിടക്കുന്ന അനന്തന്റെ മേൽ ശയിക്കുന്ന ആരായിട്ട് കണ്ടു? വിഷ്ണുവായിട്ട് കണ്ടു. അപ്പോഴാണ് നാരദന് കാര്യം മനസ്സിലായി, ഇത്രയും നേരം ഇവിടെ പ്രവർത്തിച്ചത് യോഗമായയാണ്. വിഷ്ണു നാരദ നോക്കി പുഞ്ചിരിച്ചു. ദേവർഷി നാരദ, നീ എന്നെ ശപിക്കാൻ ചുണ്ടുകൾ കൊണ്ട് ഉച്ചരിച്ചില്ലെങ്കിലും നിന്റെ മനസ്സിൽ സങ്കല്പം വന്നപ്പോൾ തന്നെ ഞാൻ ശാപം നേടിക്കഴിഞ്ഞു. ഈ സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയുടെയും രസകരമായ ഒരു അനന്തര ഫലം ഉണ്ടാവും. ഇത് നടന്നൊരു സംഭവം ഒരു കോമഡി പോലെയാണെങ്കിലും ഇതിന് പിന്നെ വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. നിങ്ങൾ സ്വയം കണ്ടതിന് സമാനമായ ജീവികളുടെ സഹായം ഞാൻ നേടേണ്ട സമയം തീർച്ചയായിട്ടും വരും. അത് നീ കണ്ടത് ഏത് ജീവിയായിട്ടാണ് നിന്നെ കണ്ടത്? കുരങ്ങനായിട്ടല്ലേ? അപ്പൊ നീ നിന്റെ ഉള്ളിൽ ഏത് ജീവിയാണോ ദർശിച്ചത് അതിന് സമാനമായ കുരങ്ങന്മാരുടെ സഹായം എനിക്കും സ്വീകരിക്കേണ്ടി വരും. ആ ഒരു സമയമുണ്ട്. ആ സമയത്ത് എനിക്ക് പോലും കുരങ്ങിന്റെ സംസ്കാരമുള്ള മനുഷ്യരുടെ സഹായം തേടേണ്ട അവസരമുണ്ടാകും. അങ്ങനെ സീതയെ കാണാൻ, ശ്രീയ മീൻസ് സീതയെ കാണാൻ വാനരന്മാരായിരിക്കും എന്നെ സഹായിക്കുക. അപ്പൊ എനിക്കൊരു അവതാര കാലഘട്ടമുണ്ടെന്നും അവതാരകാലം ഞാൻ അവതരിക്കുമ്പോൾ എൻ്റെ ശ്രീലക്ഷ്മിയെ കണ്ടെത്താൻ ആര് സഹായിക്കും? നിങ്ങളായിരിക്കും സഹായിക്കുന്നത്. കാരണം നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ശ്രീലക്ഷ്മിയെ സ്വീകരിക്കണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കും. മീൻസ് വാനരന്മാർ എന്നെ സഹായിക്കും. പക്ഷെ അതിനിനിയും കാലം വരാനുണ്ട്. സത്യയുഗം ആകുന്നേ ഉള്ളൂ, ത്രേതായുഗം വരണ്ടേ? രാമന്റെ കഥയെല്ലാം പഠിക്കാൻ പറ്റും. ഭക്തിയിൽ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ അതിനിനിയും സമയം വളരെയേറെ ഉണ്ട്, കാലങ്ങൾ ഒത്തിരി ഉണ്ട്. ഇത്രയും കേട്ടപ്പോൾ നാരദൻ ആകെപ്പടങ്ങ് നാണിച്ചു പോയി. ഞാൻ എന്ത് മണ്ടത്തരമൊക്കെ കാണിക്കൂട്ടിയത്. സത്യത്തിൽ നാരദൻ പറയാൻ പോയ ശാപം ഇതായിരുന്നു. എന്നെ നീ എന്ത് ചെയ്തു? കുരങ്ങ് വേഷം കെട്ടി നീയും കുരങ്ങന്മാരുടെ കൂടെ ജീവിക്കേണ്ട അവസ്ഥ വരട്ടെ എന്ന് ശപിക്കാനാണ് ഓർത്തത്. അത് തന്നെ വിഷ്ണു ഇങ്ങോട്ട് പറഞ്ഞു, നീ എന്താണോ പറയാൻ പോയത് ഓക്കെ, അത് ഞാനങ്ങ് ആയിക്കോളാന്ന്. വിഷ്ണു തുടർന്നു, എന്നാൽ പറയുന്ന എന്ത് പറ്റി നിങ്ങൾക്ക്? നീ വലിയൊരു യോഗിയല്ലേ? ആ ജീവനാന്ത ബ്രഹ്മചര്യം തൻ്റെ ശബ്ദമായി സ്വീകരിച്ചിട്ട് കാമദേവന്റെ കുത്തേറ്റിട്ട് അവിടുന്ന് ജയിച്ച ആള് മനഃപൂർവം പോയിട്ട് ഒരു ഇരയാകുന്നത് എങ്ങനെ തോന്നി? ഒരു കാമജേതാവിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അറിവില്ലാതെ പോയതല്ലല്ലോ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആ ഒരു മനോഭാവത്തിലേക്കും തെറ്റിലേക്കും പോകാൻ തീരുമാനിച്ചത്? നാരദൻ വളരെ വിനയത്തോടുകൂടി എന്തു പറയാനാ? അപ്പൊ ബോധവും ഗ്രാഹ്യവും അതിനോടകം നാരദന് മുമ്പിൽ വന്നു കഴിഞ്ഞു. ആ വിഷ്ണുവോട് പറഞ്ഞു, ഞാൻ കാമത്തെ ജയിച്ച കഥ പറഞ്ഞങ്ങ് വീമ്പിളക്കി, അഹങ്കരിച്ചു. ഞാൻ എല്ലാ വികാരങ്ങളെയും ജയിച്ചു ബാബ, എനിക്ക് ഒട്ടും വികാരങ്ങളില്ല എന്ന് ചില കുട്ടികൾ വീമ്പടിക്കാറുണ്ട്. അപ്പോൾ അതൊരു തരം എന്താണ്, ഇല്ലാത്തൊരു കാര്യം വിളിച്ചു പറയലല്ലേ ശരിക്കും പറഞ്ഞാൽ. ആ വീമ്പിളക്കലെന്ന അഹങ്കാരമാണ്. അതുകൊണ്ട് വിനയത്തോടുകൂടി തന്നെ നോക്കൂ, ബാബയുടെ മുരളി ബാബ എങ്ങനെ നമ്മളെ ശകാരിക്കുന്നത്? വഴക്ക് പറയുമോ? ദേഷ്യപ്പെടുന്നുണ്ടോ? എത്ര മധുരമായിട്ടാണ് പറയുന്നത്. ഇവിടെയും നാരദനെ വിനയത്തിന്റെ പാഠം പഠിപ്പിക്കണം, എങ്ങനെ സംസാരിക്കണം. വലിയ ജേതാവൊക്കെ ആയിരിക്കാം, കാമത്തെ ജയിച്ചോ ലോഭത്തെ ജയിച്ചോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ സംഭാഷണത്തിൽ ചില മാന്യത വേണം. വിനയത്തിന്റെ പ്രസക്തി. ഒരു കാര്യം പറയാൻ വന്നപ്പോൾ വിനയത്തോട് പറയുകയല്ല ചെയ്ത്, അഹങ്കാരത്തോടെ പറഞ്ഞത്. കണ്ടോ, ഞാൻ നേടിക്കഴിഞ്ഞു. നേടാൻ സഹായിച്ചതാരാ? സ്വയം ഭഗവാൻ. ഏട്ടാ ഭഗവാന്റെ മുമ്പിൽ പറയേ ബാബ, ഞാൻ വികാരത്തെ ജയിച്ചു, എൻ്റെ കഴിവ് കൊണ്ട് ജയിച്ച പോലെയാ. അവിടെ അഹങ്കാരം വന്നില്ലേ, വിനയം പോയില്ലേ? അതുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് യോഗമായയുടെ സഹായം വിഷ്ണു സ്വീകരിക്കുകയും ശക്തിയോട് തൻ്റെ ആവശ്യങ്ങൾക്ക് പറയുകയും ചെയ്തു. ആ കാര്യം മനസ്സിലാക്കി യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. വിഷ്ണു തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്തു. അങ്ങനെ രാജ്യവും ശീലാനിധിയും ശ്രീമതിയും ഒന്നും ഉള്ളതായിരുന്നില്ല, അതൊരു സ്വപ്നമായിരുന്നു നാരദൻ കണ്ടത്. അവിടെ കണ്ട ശരിക്കും
ആ ലോകമായി കണ്ടത് വൈകുണ്ഠം തന്നെയാണ്. അവിടെ കണ്ട് ശ്രീമതി ആരാണ്? ശ്രീലക്ഷ്മി തന്നെയായിരുന്നു. അപ്പോൾ തൻ്റെ ആ വിഷ്ണു എന്ത് ചെയ്തു? തൻ്റെ മുഖത്തിൽ ഒരു മാറ്റം വരുത്തി. കാര്യം സംസ്കൃത ഭാഷയാണ്. ഹരിയെപ്പോലും മുഖം തരണം എന്നല്ലേ നാരദൻ ചോദിച്ചത്. അപ്പൊ വിഷ്ണു എന്ത് ചെയ്തു? ആ രണ്ടാമത്തെ ഹരി എന്ന വാക്കിന് രണ്ടാമത്തെ അർത്ഥം എടുത്തു, കുരങ്ങെന്ന അർത്ഥം എടുത്തു. അപ്പൊ സ്വയംവരത്തിൽ നാരദന്റെ തിരസ്കാരം സംഭവിച്ചു. നാരദൻ അപമാനിക്കപ്പെട്ടു. ആ സംഭവങ്ങളിൽ ഒരു ശൃംഖല തന്നെ ഇടാനായിട്ട് വിഷ്ണു ഒരു മനഃപൂർവ്വം തീരുമാനമെടുത്തു. ആ തീരുമാനം സാക്ഷാത്കരിക്കുവാൻ രണ്ടാമത്തെ മീനിങ്സ് ആണ്, അല്ലെങ്കിൽ ഹരി എന്ന വാക്കിന് കുരങ്ങൻ എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ സ്വീകരിച്ചത്. അങ്ങനെ വലിയൊരു സംഭവ പരമ്പരയുടെ തുടക്കമായിരുന്നു അത്. ആ തുടക്കത്തിൻ്റെ പര്യവസാനിയാണ് രാമനും ലക്ഷ്മണനും ഹനുമാനുമൊക്കെയുള്ള കൂട്ടുകെട്ട്. അങ്ങനെ രാമന്റെ കഥ പറയുന്നിടത്ത് ഹനുമാന്റെ കഥ വന്നത് എന്തുകൊണ്ട്? ഈ കഥയ്ക്ക് പിന്നിൽ ചില ആധ്യാത്മിക ഭാവങ്ങളുണ്ട്. നമ്മൾ ഇത്രയും കേട്ടത് കഥയാണ്. എന്താണിത്? ഭക്തിയിലെ രോചക ബാത്തെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണിത്. എന്നാൽ ഇത് കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആത്മീയ ഭാവം എന്താണ്? ശിവബാബ നമ്മൾ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ശ്രേഷ്ഠമായ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? മക്കളെ, ശ്രീലക്ഷ്മി ശ്രീനാരായണനെ പോലെ നിങ്ങൾ ഉയർന്നതായി മാറണം. നിങ്ങൾക്ക് അങ്ങനെ മാറണ്ടേ? ലക്ഷ്മിയെ പോലെ ആകണ്ടേ? നാരായണനെ പോലെ ആകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളും കൈ ഉയർത്തും. നിങ്ങൾക്ക് ലക്ഷ്മി നാരായണനാകണോ അതോ ത്രേതായുഗത്തിലെ സീതാരാമനാകണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ലക്ഷ്മി നാരായണനാകണം എന്നാണ്. ഒക്കെ ലക്ഷ്യമൊക്കെ നല്ലതാണ്, ശരിയാണ്. പക്ഷേ ആ ലക്ഷ്യത്തെ നേടണമെങ്കിൽ നമ്മുടെ ലക്ഷണത്തിൻ്റെ മേലും നമ്മൾ ശ്രദ്ധ വയ്ക്കണം. അല്ലെ? നാരദൻ ലക്ഷ്മിയെ വരിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ തൻ്റെ ഉള്ളിലെ സംസ്കാരം കുരങ്ങിൻ്റെതായതുകൊണ്ട് മുഖത്തിൽ അത് പ്രകടമായി. പറയാറുണ്ട് ഫേസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് മൈൻഡ് എന്നാ പറയാ. ഒരു യോഗിയാണ്, കാര്യം ശരിയാണ്. മനസ്സിലെ ചഞ്ചലത ചപലത സംസ്കാരമുള്ളത് കൊണ്ട്, ആ വാനര സംസ്കാരം കിടന്നുകൊണ്ട് മുഖം വാനര രൂപത്തിൽ കാണപ്പെടും. അപ്പൊ എന്താണ്? നമ്മൾ ഇപ്പൊ ബാബോടി പറയില്ലേ, ബന്ദർസേ ബദർദത്ത, മനുഷ്യന്റെ അവസ്ഥ നോക്കിയാൽ കുരങ്ങിനേക്കാൾ കഷ്ട, കുരങ്ങൻ പോലും നണിച്ചു പോകുന്നതാണ്. അപ്പോ ഈ പ്രകാരത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ കുരങ്ങിന് സമാനമായിരിക്കുന്ന ചപലതയുടെ എന്തെങ്കിലും തരത്തിലുള്ള ചഞ്ചലതയുടെ അസ്ഥിരതയുടെ ഒരു സംസ്കാരമുണ്ടെങ്കിൽ ആ സംസ്കാരവും വെച്ചുകൊണ്ട് ആർക്ക് സത്യയുഗത്തിൽ പോകാനും പറ്റില്ല, ഉയർന്ന പദവി കരസ്ഥമാക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഈശ്വരീയ ജ്ഞാനം എന്നത് ഒരു കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയൊന്ന് നോക്കൂ, ശ്രദ്ധയോടെ നോക്കൂ. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് മുന്നേറാനും നമ്മൾ എന്ത് ആഗ്രഹമാണോ വെക്കുന്നത് ആ ആഗ്രഹത്തെ പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കാനും സാധിക്കും. ഇതാണ് ബാബ എപ്പോഴും നാരദ് കാ മിസാൽ, നാരദന്റെ ഉദാഹരണം പറയാറില്ലേ, ഇതാണത്. ഈ കഥ കേട്ട ശേഷം നമ്മുടെ ജ്ഞാനത്തിന്റെ ഓരോ പോയിന്റ്സുമായിട്ടും ഈ കഥയും കഥാസന്ദർഭങ്ങളും ഈ സംഗമയുഗത്തിൽ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ഇവിടെ ആ കണ്ട തരിശായ ഭൂമി കാമദേവനെ അതിനെ ഭംഗിയുള്ളതാക്കി ബാബറല്ലേ, മായക്ക പോംപ്, മായയുടെ പോംപ് അതെല്ലാം കാട്ടിത്തരും. വികാരങ്ങൾ നമ്മളെ പുഷ്പബാണൻ എന്നാളുടെ പേര്, നാരദന കാമദേവന്റെ പേര്. 5 പുഷ്പബാണങ്ങൾ ഇത് പഞ്ചവികാരങ്ങളെ ഉള്ളിൽ കയറ്റി നമ്മുടെ തപസ്യ ജീവിതത്തെ തകർത്ത് ഇന്ദ്രിയങ്ങളെ കഷ്ടപ്പെടുത്തുക. അത് ഇന്ദ്രന്റെ ഇപ്പോഴത്തെ ആവശ്യമാണ്. ഏതിന്ദ്രൻ? വികാരി ഇന്ദ്രിയങ്ങൾക്ക് അതാണ് ഇഷ്ടം, വികാരി ലോകത്ത് ഭ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യമൊക്കെ ബാബയുടെ ജ്ഞാനത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ മടുപ്പിക്കും. ഇന്നും പഠിക്കണ്ട, ശരി, ഇത്രയെല്ലാം കാര്യം കാണണ്ടേ, കേൾക്കണ്ടേ, കഴിക്കണ്ടേ, ഇവിടെ ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രന് സംശയം, ഇവന് യോഗിയായി പോയി കഴിഞ്ഞാൽ എന്നെ ഇവർ നിയന്ത്രിക്കുമല്ലോ. അതാണ് തൻ്റെ രാജ്യത്തെ തട്ടിയെടുക്കുവാൻ കൈക്കലാക്കുവാൻ ഉദ്ദേശം ഉണ്ടായിരിക്കും മുനിക്കെന്ന് തെറ്റിദ്ധാരണ വന്നതുകൊണ്ടാണ്.
അപ്പം എന്ത് ചെയ്യണം? മായാ രാവണൻ്റെ കൈകളിൽ നിന്നും നമ്മൾ ഈ രാജ്യം തട്ടിപ്പറിക്കണം, പിടിച്ചെടുക്കണം. അതിന് നമ്മുടെ ഉള്ളിലുള്ള ബന്ദറിപ്പൻ കുരങ്ങൻ്റെ സംസ്കാരത്തെ ഇല്ലാതാക്കൂ. എന്നിട്ട് മന്ദിർലായക് ബനോ, ക്ഷേത്രത്തിരിക്കാൻ യോഗ്യനായിട്ട് മാറണം. ഓക്കെ, അച്ഛ, ഓം ശാന്തി.